हरि ओम। हरि ओम। हरि ओम। नारायण। शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सताम् वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं बलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतितितीर्षदां तमोन्दम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्यैमा पुरो विभुः निर्माय चेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिनि नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये।
പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാന ഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 21-ാം അധ്യായത്തിലാണ് നമ്മളിപ്പോൾ. കഴിഞ്ഞ ദിവസം അതിലെ 20 ശ്ലോകങ്ങൾ എടുത്തു. ഇനി ബാക്കി തുടരാനുണ്ട്. പൃഥു ചരിതമാണ്. പൃഥുചരിതത്തിലെ ഏകദേശം പകുതിയിലധികം കഴിഞ്ഞു. ഇനിയും പകുതിയോളം ബാക്കിയുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ പൃഥുവിൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷമായതും ആ ഭഗവാന്റെ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചതായിട്ടുള്ള പൃഥു ആ ഭഗവാനോട് വരമായി ചോദിച്ചത് ഭഗവാനെക്കുറിച്ച് എപ്പോഴും കേൾക്കാനായിക്കൊണ്ട്, ഭഗവാന്റെ കഥകൾ നിരന്തരം സജ്ജനങ്ങളുടെ മുഖാരവിന്ദത്തിൽ നിന്ന് കേൾക്കാനായിക്കൊണ്ട് 10,000 ചെവിയുടെ അനുഗ്രഹം തരൂ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. ആ ഭഗവത് ഭക്തിയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഭക്തി പ്രാർത്ഥിച്ചതായിട്ടുള്ള പൃഥുവിന് അപ്രകാരം തന്നെ അനുഗ്രഹം ചെയ്തു കൊടുത്തു. എന്ന് പറഞ്ഞാൽ 10,000 ചെവി കൊടുത്തു എന്നല്ല അർത്ഥം. 10,000 ചെവിയുടെ പ്രയോജനം ഉണ്ടാവട്ടെ എന്നുള്ള അനുഗ്രഹം കൊടുത്തു. അങ്ങ് ഞാൻ പറയുന്നതനുസരിച്ച് രാജ്യഭരണം ഏറ്റെടുത്ത് നടത്തൂ, പ്രജാപരിപാലനം ചെയ്യൂ, അതാണ് എനിക്കുള്ള പൂജ. അങ്ങേക്ക് സമയമാകുമ്പോൾ എൻ്റെ തന്നെ വിഭൂതികളായിട്ടുള്ള സനകാദി സിദ്ധന്മാർ വന്ന് അങ്ങേക്ക് ബ്രഹ്മോപദേശം ചെയ്യും, മോക്ഷത്തിനുള്ള മാർഗം ഉപദേശിച്ചു തരും എന്നും പറഞ്ഞ് ഭഗവാനും കൂടെ വന്നവരുമൊക്കെ മടങ്ങിപ്പോയി എന്നായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം 21-ാം അധ്യായം നമ്മൾ ഇന്നലെ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം രാജധാനിയിലേക്ക് ജനങ്ങൾ, പ്രജകൾ വരവേറ്റതായിട്ടുള്ള ആ ഗംഭീര സ്വീകരണം, അദ്ദേഹത്തെ എങ്ങനെയാണ് സൽക്കരിച്ചത്, ബഹുമാനിച്ചത് എന്നുള്ളത് 7 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു. അതിനുശേഷം വിതുരൻ മൈത്രേയനോട് പൃഥുവിൻ്റെ ചരിത്രം കൂടുതൽ വിസ്തരിച്ച് പറയണം എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് മൈത്രേയ മഹർഷി ആ പൃഥു പിന്നീട് ഗംഗാ യമുനയുടെ മധ്യത്തിലായിക്കൊണ്ട് ഒരു സത്രം ആരംഭിച്ചു എന്നുള്ളതായിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ സത്രത്തിൽ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി, എല്ലാവരെയും സൽക്കരിച്ച്, എല്ലാവരും വേണ്ടതുപോലെ സ്വസ്ഥരായിരുന്നതായിട്ടുള്ള സമയത്ത് പൃഥു ചക്രവർത്തി ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് മനോഹരമായി ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞു തുടങ്ങി. ആ പൃഥുവിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവരും കേൾക്കേണ്ടതായിട്ടുള്ള ആ പ്രഭാഷണം, ആ ഭാഗമാണ് നമ്മൾ
ഇന്ന് കാണാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ ഇനി 21 മുതൽ 44 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ പൃഥു ചക്രവർത്തിയുടെ വാക്കുകളാണ്. ശ്ലോക സംഖ്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചില പുസ്തകങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. 20 എന്നും 19 എന്നും ഇന്നലെ എടുത്ത ഭാഗങ്ങൾ കാണാം. അതെന്താ വെച്ചാൽ ചില ശ്ലോകങ്ങളിൽ 3 വരികൾ ചേർത്ത് വെച്ച് രണ്ട് പ്രാവശ്യം അങ്ങനെ ആക്കിയപ്പോൾ ഒരു ശ്ലോകത്തിലെ 2 വരികൾ 2 ശ്ലോകത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ 19 ചുരുങ്ങി. അതിനെ തന്നെ വേർതിരിച്ചെടുത്താൽ 20 ആയി. അപ്പോൾ മൊത്തം വരികൾ 40 ശ്ലോകത്തിൻ്റെ വരികളുണ്ട്. 20 ശ്ലോകത്തിൻ്റെ വരികളുണ്ട്. അത് 19 ശ്ലോകങ്ങളായി ചിലപ്പോൾ മാറ്റിയ പുസ്തകങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ശ്ലോകസംഖ്യയിലെ വ്യത്യാസം. ഇന്നലെ 19 എടുത്തുള്ളൂ എന്ന് ചിലർ പറയും, 20 എടുത്തു എന്ന് ചിലർ പറയും. അത് സാരമില്ല, ഒന്നും വിട്ടിട്ടൊന്നുമില്ല. ഒന്ന് സ്വാമി വിഴുങ്ങിയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കൂട്ടിയതാണ്. അപ്പോൾ നമുക്ക് രാജാ ഉവാച എന്നുള്ള 21 ശ്ലോകം മുതൽക്ക് കാണാം. എന്തായാലും ഇന്നലെ പറഞ്ഞ 20 ശ്ലോകങ്ങളും വായിക്കാം. 21 അധ്യായം ആദ്യം തൊട്ട് വായിച്ചിട്ട് നമുക്ക് ഇന്ന് പറയാനുള്ള ഭാഗം കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 21-തമോऽധ്യായഃ. മൈത്രേയ ഉവാച. മൗക്തികൈഃ കുസുമസ്രഗ്ഭിഃ ദുകൂലൈഃ സ്വർണതോരണൈഃ മഹാസുരവിഭിർധൂപൈഃ മണ്ഡിതം തത്ര തത്ര വൈ ചന്ദനാകരുതോയാർദ്രരഥ്യാ ചത്വരമാർഗവത് പുഷ്പാക്ഷതബലൈസ്തോക്മൈഃ ലാജൈർഅർച്ചിഭിർഅർച്ചിതം സവൃന്ദൈഃ കദളീസ്തംഭൈഃ പൂഗപോതൈഃ പരിഷ്കൃതം തരുപല്ലവമാലാഭിഃ സർവതഃ സമലങ്കൃതം പ്രജാസ്തം ദീപബലിഭിഃ സമൃതാശേഷമംഗളൈഃ അഭീയുർമൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ഡലമണ്ഡിതാഃ ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ ച ഋത്വിജാം വിവേശഭവനം വീരഃ സ്തൂയമാനോ ഗതസ്മയഃ പൂജിതഃ പൂജയാമാസ തത്ര തത്ര മഹായശാഃ പൗരാൻ ജാനപദാൻ താൻ പ്രീതഃ പ്രിയവരപ്രദഃ സ ഏവമാദീനി അനവദ്യചേഷ്ടിതഃ കർമാണി ഭൂയാംസി മഹാൻ മഹത്തമഃ കുറുവൻ ശശാസാവനിമണ്ഡലം യശഃ സ്ഫീതം നിദായ ആരുരുഹേ പരം പദം. സൂത ഉവാച. തദാദിരാജസ്യ യശോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവൽസഭാജിതം ക്ഷത്താ മഹാഭാഗവതഃ സദസ്പതേ കൗശാരവിംപ്രാഹ ഗൃണന്തമർച്ചയൻ. വിദുര ഉവാച. സോഭിഷിക്തഃ പൃഥുർവിപ്രൈഃ ലബ്ധാശേഷസുരാർഹണഃ ബിഭ്രത്സ വൈഷ്ണവം തേജോ ബാഹോർയാഭ്യാം ദുദോഹഗാം കോന്വസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാഃ ലോകാഃ സപാലാ ഉപജീവന്തി കാമം അദ്യാപി തന്മേ വദ കർമ്മശുദ്ധം. മൈത്രേയ ഉവാച. ഗംഗായമുനയോർനദ്യോഃ അന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയാ സർവത്രാസ്ഖലിതാദേശഃ സപ്തദ്വീപൈകദണ്ഡദൃക് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്രാച്യുതഗോത്രതഃ ഏകദാസീൻ മഹാസത്രദീക്ഷാ തത്ര ദിവൗകസാം സമാജോ ബ്രഹ്മർഷീണാം ച രാജർഷീണാം ച സത്തമ തസ്മിൻ അർഹൽസു സർവേഷു സ്വർച്ചിതേഷു യഥാർഹതഃ ഉത്തിത സദസോ മധ്യേ താരാണാം ഉഡുരാടിവ പ്രാംശുഃ പീനായതഭുജോ ഗൗരഃ കഞ്ചാരുണേക്ഷണഃ
सुनासः सुमुखः सौम्यः पीनां सह सुद्विजस्मितः व्यूढवक्षा बृहत्श्रोणिः बलिवल्गुदलोदरः आवर्तनाभिर्ओजस्वी काञ्चनोरुरुदग्रपात् सूक्ष्मवक्रासिदस्निग्धमूर्धजकम्बुकन्दरः सूक्ष्मवक्रासिदस्निग्धमूर्धजकम्बुकन्दरः महाधनेदुकूलाग्रे परिधाय उपवीय च व्यञ्चिताशेषगात्रश्रीर्नियमे न्यस्तभूषणः कृष्णाजिनधरः श्रीमान् कुशपाणिः कृतोचितः शिशिरस्निग्धताराक्षः समैक्षतः समन्ददः ऊचिवान् इदमुर्वीशः सदः संहर्षयन्निव चारुचित्रपदं श्लक्ष्णं मृष्टं गूढम् अविक्लवं सर्वेषामुपकारार्थं तदा अनुवदन्निव राजोवाच सभ्या शृणुत भद्रं वः साधवो यः इहागताः सल्सु जिज्ञासुभिर्धर्मम् आवेद्यं स्वमनीषितम् अहं दण्डधरो राजा प्रजानाम् इह योजितः रक्षिता वृत्तिदस्वेषु सेतुषु स्थापिता पृथक् तस्य मे तदनुष्ठानाद् यानाहुर्ब्रह्मवादिनः लोकास्युक्कामसन्दोहा यस्य तुष्यति दिष्टदृक् य उद्धरेत्करं राजा प्रजाधर्मेष्वशिक्षयन् प्रजानां शमलं भुङ्क्ते भगं च स्वं जहाति सः तल्प्रजाभर्तृपिण्डार्थं स्वार्थमेवानसूयवः कुरुतादोक्षजदियः तर्हि मे अनुग्रहः कृतः यूयं तदनुमोदध्वं पितृदेवर्षयो अमलाः कर्तुः शास्तुः अनुज्ञातुः तुल्यं यत्प्रेत्य तद्बलम् अस्ति यज्ञपतिर्नाम केषाञ्चित् अर्हसत्तमाः इहामुत्र च लक्ष्यन्ते ज्योत्स्नावत्यः क्वचित् भुवः मनोरुत्थानपादस्य ध्रुवस्यापि महीपतेः प्रियव्रतस्य राजर्षेः अङ्गस्यास्मत्पितुः पितुः ईदृशानाम् अदान्येषाम् अजस्य च भवस्य च प्रह्लादस्य बलेश्चापि कृत्यमस्ति गदाभृता दौहित्रादीन् ऋते मृत्योः शोच्यान् धर्मविमोहितान् वर्गस्वर्गापवर्गाणां प्रायेणैकात्म्यहेतुना यल्पादसेवाभिरुचिस्तपस्विनाम् अशेषजन्मोपचितं मलं दियः सद्यक्षिणोत्यन्वहमेतदी सती यदा पदाङ्गुष्ठविनिसृता सरित् विनिर्दुदाशेषमनोमलः पुमान् असङ्गविज्ञानविशेषवीर्यवान् यदङ्घ्रिमूले कृतकेतनः पुनर्न संसृतिं क्लेशवहां प्रपद्यते तमेव यूयं भजत आत्मवृत्तिभिर्मनोवचः कायगुणैः स्वकर्मभिः अमायिनः कामदुघाङ्घ्रिपङ्कजं यदाधिकारावसिदार्थसिद्धयः असौ इह अनेकगुणो अगुणोद्वरः पृथग्विधद्रव्यगुणक्रियोक्तिभिः सम्पद्यते अर्थाशयलिङ्गनामभिः विशुद्धविज्ञानगणस्वरूपतः प्रधानकालाशयधर्मसङ्गृहे शरीरे एष प्रतिपद्यचेतना क्रियाबलत्वेन विभुर्विभाव्यते यदा नलो दारुषु तद्गुणात्मकः अहो ममामि वितरन्त्यनुग्रहं हरिं गुरुं यज्ञभुजामधीश्वरं स्वधर्मयोगेन यजन्ति मामगाः निरन्तरं क्षोणितले दृढव्रताः मा जातु तेजः प्रभवेन्महर्तिभिः तितिक्षया तपसा विद्यया च देदीप्यमाने अजितदेवतानां कुले स्वयं राजकुलाद्विजानाम् ब्रह्मण्यदेवः पुरुषः पुरातनो नित्यं हरिर्यच्चरणाभिवन्दनाद् अवापलक्ष्मीम् अनपायिनीं यशो जगल्पवित्रं च महत्तमाग्रणीः यल्सेवया शेषगुहाशयस्वराड् विप्रप्रियस्तुष्यति काममीश्वरः तदेव तद्धर्मपरैर्विनीतैः सर्वात्मना ब्रह्मकुलं निषेव्यताम् पुमान् लभेदानदिवेलमात्मनः प्रसीदतोऽत्यन्तशमं स्वतः स्वयं यन्नित्यसम्बन्धनिषेवया ततः परं किमत्रास्ति मुखं हविर्भुजाम् अस्नात्यनन्दः खलु तत्त्वकोविदैः श्रद्धाहुतं यन्मुखयुज्यनामभिः न वै तदा चेतनया बहिष्कृते हुताशने पारमहंस्य पर्यगुः यद्ब्रह्म नित्यं विरजं सनातनं
ശ്രദ്ധാ തപോ മംഗള മൗന സംയമൈഃ സമാധിനാ ബിഭ്രതിഹാർത്ഥദൃഷ്ടയേ യത്രേദമാദർശ ഇവാവഭാസത്തെ തേഷാമഹം പാദസരോജരേണും ആര്യാ വഹേയാധികിരീടമായുഃ യം നിത്യതാ ബിഭ്രത ആശുപാപം നശ്യത്യമും സർവഗുണാ ഭജന്തി ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണുതേനുസമ്പദഃ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദനഃ സാനുചരശ്ച മഹ്യം. മൈത്രേയ ഉവാച ഇതി ബ്രുവാണം നൃപതിം പിതൃദേവദ്വിജാദയഃ തുഷ്ടുവുർഹൃഷ്ടമനസഃ സാധുവാദേന സാധവഃ. പുത്രേണ ജയതേ ലോകാൻ ഇതി സത്യവതി ശ്രുതിഃ ബ്രഹ്മദണ്ഡഹതഃ പാപോ യദ്വേനോ അത്യതരത്തമഃ. ഹിരണ്യകശിപുശ്ചാപി ഭഗവന്നിന്ദയാ തമഃ വിവിക്ഷുർ അത്യകാൽ സൂനോഃ പ്രഹ്ലാദസ്യാനുഭാവതഃ. വീരവര്യ പിതഃ പൃഥ്വ്യാഃ സമാ സഞ്ജീവ ശാശ്വതീഃ യസ്യേദൃശി അച്യുതേ ഭക്തിഃ സർവലോകൈകഭർത്തരി. അഹോ വയം ഹൃദ്യ പവിത്രകീർത്തേ ത്വയൈവ നാഥേന മുകുന്ദനാഥാഃ. യ ഉത്തമശ്ലോകതമസ്യ വിഷ്ണോഃ ബ്രഹ്മണ്യദേവസ്യ കഥാം വ്യനക്തി. നാത്യത്ഭുതമിദം നാദ തവാജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതിഃ കരുണാത്മനാം. അദ്യ നസ്തമസഃ പാരഃ ത്വയോപാസാദിത പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർദൈവ സംജ്ഞിതൈഃ. നമോ വിവൃദ്ധസത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രമാവിശ്യ ബിഭർത്തീദം സ്വതേജസാ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ഏകവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. അപ്പോൾ 21-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം, പൃഥു ചക്രവർത്തി തൻ്റെ രാജ്യത്തേക്ക് തിരിച്ച് പ്രവേശിക്കുന്നത്, അശ്വമേധയാഗം കഴിഞ്ഞ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം സിദ്ധിച്ച് നാട്ടിലേക്ക് രാജധാനിയിലേക്ക് മടങ്ങി അദ്ദേഹത്തെ പ്രജകൾ ഗംഭീരമായ സ്വീകരണം കൊടുത്തതാണ് കണ്ടത്. അങ്ങനെ അദ്ദേഹം രാജ്യത്തെ ഭംഗിയായി ശാസനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മൈത്രേയ മഹർഷി പൃഥുചരിതത്തെ ചുരുക്കി ഉപസംഗ്രഹിച്ചു. പക്ഷെ അപ്പോഴാണ് വിതുര മഹാശയൻ അത് കേട്ടിട്ട് തൃപ്തി പോരാതെ ആ പൃഥുവിൻ്റെ ചരിതം കേൾക്കാനായിക്കൊണ്ട് കൂടുതലായിട്ട് ചോദ്യം ചെയ്തത്. ആ പൃഥുവിൻ്റെ ചരിതം വിസ്തരിച്ച് പറഞ്ഞു തരണം, എത്ര കേട്ടാലും മതിയാവില്ല, ധാർമ്മികമായിട്ടുള്ള ചരിതമാണല്ലോ, ഭഗവാന്റെ രാജധർമ്മ പരിപാലനത്തിൻ്റെ കഥയാണല്ലോ, അതുകൊണ്ട് വിസ്തരിച്ച് കേൾക്കണമെന്ന് വിതുരൻ ആവശ്യപ്പെട്ടതിന് മറുപടിയായിട്ടാണ് മൈത്രേയ മഹർഷി വീണ്ടും പൃഥുചരിതം തുടർന്നത്. അദ്ദേഹത്തിൻ്റെ രാജധാനി ഗംഗാ യമുനയോർ നദ്യോഹോ അന്തരാ ക്ഷേത്രം. ഗംഗാ യമുന നദികളുടെ നടുവിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനം. അദ്ദേഹം പ്രാരബ്ധ കർമ്മങ്ങളെ ഭുജിച്ചുകൊണ്ട് പുണ്യത്തെ ക്ഷയിപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ആദേശം ഒരിടത്തും തടസ്സമില്ലാത്തതായിരുന്നു. സർവത്ര അസ്കലിത ആദേശഃ. 7 ദ്വീപുകൾക്കും ഏകദണ്ഡധരനായിരുന്നു അദ്ദേഹം. സപ്തദ്വീപൈക ദണ്ഡദൃഗ്. ഒരൊറ്റ ചക്രവർത്തിയായിരുന്നു സർവഭൂമിക്കും. അദ്ദേഹം ബ്രാഹ്മണ കുലത്തെയും ഭഗവത് ഭക്തന്മാരെയും ബഹുമാനിച്ചു. അവരോട് മാത്രം ആജ്ഞാപിക്കാൻ പോയില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാ രാജാക്കന്മാരുടെയും ആജ്ഞകൾക്കും അതീതരാണ്. എങ്കിലും അവർ ഭഗവാന്റെ നിയമങ്ങളെ അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഉപദേശിക്കുകയോ അവരെ
അവരോട് ആജ്ഞാപിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ള വകതിരിവുള്ള രാജാവായിരുന്നു. ആരെയൊക്കെ തനിക്ക് നിയന്ത്രിക്കാം, ഭരിക്കാം, ആരെയൊക്കെ ഭരിക്കേണ്ടതുണ്ട് എന്ന അറിവുള്ള ആളായിരുന്നു. തന്നേക്കാൾ മഹത്വമുള്ളതായിട്ടുള്ള ആളുകളെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നു എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം ഒരു സത്രദീക്ഷയെ സ്വീകരിച്ചു. ദേവന്മാരെ, ബ്രഹ്മർഷികള്, രാജർഷികള് എല്ലാവരും അവിടെ വന്നു ചേർന്നു. എല്ലാവരെയും വേണ്ട പോലെ പൂജിച്ച് ഇരുത്തിയതിനു ശേഷം ഉത്തിതഃ സദസോ മധ്യേ താരാണാം ഉടുരാടിവ, നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ ഉദിച്ചുയരും പോലെ ഈ മഹാത്മാക്കളുടെ മധ്യത്തിൽ നിന്ന് ഈ പൃഥു ചക്രവർത്തി സ്വയം എഴുന്നേറ്റ് നിന്നു. ആ പൃഥുവിൻ്റെ രൂപത്തെ വർണ്ണിച്ചതാണ്. നല്ല പ്രാംശു, ദീർഘമായ കായം, അഥവാ നല്ല ഉയരമുള്ള ആളാണ്. പീന ആയത ഭുജഃ, നല്ല തടിച്ചുരുണ്ടതും നീണ്ടതുമായിട്ടുള്ള കൈകളാണ്. ഗൗരഹ, വെളുത്ത വർണ്ണമാണ്. കഞ്ച അരുണേക്ഷണ, ചെന്താമര പോലെയുള്ള കണ്ണോട് കൂടിയവനാണ്. സുനാസഹ, നല്ല വലിയ മൂക്കുള്ളവനാണ്. സുമുഖ, നല്ല മൂക്കാണ്. സൗമ്യ പീനാംസഹ, തോളുകൾ നല്ല മാംസളങ്ങളാണ്. സുദ്വിജസ്മിത, നല്ല പല്ലുകൾ കൊണ്ട് നന്നായി ചിരിക്കുന്നവനാണ്. ആ പല്ലിൻ്റെ മന്ദസ്മിതം പുറത്തേക്ക് വരുന്നു. വ്യൂഢവക്ഷ, നല്ല വിസ്തൃതമായ മാറാണ്. ബൃഹത് ശ്രോണിഹി, നല്ല തടിച്ച അരക്കെട്ടാണ്. വലി വൽഗുദളോദരഹ, ഉദരം നല്ല മനോഹരമായിട്ടുള്ള 3 മടക്കോട് കൂടിയതാണ്. ആവർത്തനാഭിഹി, നല്ല ആഴമുള്ളതായിട്ടുള്ള ചുഴിയോട് കൂടിയതായിട്ടുള്ള പൊക്കിളാണ്. ഓജസ്വി, നല്ല തേജസ്വിയാണ്, ശക്തനാണ്. കാഞ്ചനോരു, സ്വർണം പോലെ ഉള്ളതായിട്ടുള്ള തുടകളോട് കൂടിയവനാണ്. ഉദഗ്രപാദ്, ഉയർന്ന അഗ്രഭാഗം, പാദത്തിൻ്റെ അഗ്രഭാഗത്തോട് കൂടിയവനാണ്. സൂക്ഷ്മ വക്രാസിത സ്നിഗ്ധ മൂർധജഃ, നല്ല തലമുടി, അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി നല്ല നേർത്തതും ചുരുണ്ടതും കറുത്തതും എണ്ണമയമുള്ളതുമായിട്ടുള്ള തലമുടിയോട് കൂടിയവനും. കമ്പുകന്ദരഹ, ശംഖം പോലെയുള്ള കഴുത്തോടു കൂടിയവനും. മഹാധനേ ദുകൂലാഗ്രേ പരിതായ ഉപവീയച്ച, 2 നല്ല വിലപിടിച്ച പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതൊന്ന് വേഷ്ടിയായും മറ്റൊന്ന് ഉത്തരീയമായിട്ടും ധരിച്ചിട്ടുണ്ട്. വ്യഞ്ജിത അശേഷഗാത്രശ്രീഹി, തൻ്റെ ശരീര അംഗങ്ങളുടെ സൗഷ്ഠവം, അതിൻ്റെ ഐശ്വര്യം എല്ലാം വ്യക്തമാക്കി പ്രകാശിപ്പിച്ചുകൊണ്ട്. നിയമേ ന്യസ്തഭൂഷണ, വ്രതത്തിലായതുകൊണ്ട് അലങ്കാരങ്ങൾ, ആഭരണങ്ങളൊന്നും അണിഞ്ഞിട്ടില്ല. കൃഷ്ണാജിനധരഹ, മാൻതോലാണ് ഉടുത്തിരിക്കുന്നത്. മാൻതോല് മേലെ, ഈ പട്ടുവസ്ത്രത്തിന്റെ മുകളിൽ മാൻതോല് ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം. ശ്രീമാൻ കുശപാണിഹി കൃതോചിത, ദർഭ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ചെയ്യേണ്ട നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ശിശിരസ്നിഗ്ധതാരാക്ഷ, നല്ല കുളിർപ്പിക്കുന്നതായിട്ടുള്ള, നല്ല മൃദുവായിട്ടുള്ള കൃഷ്ണമണിയോടുകൂടിയ കണ്ണോടുകൂടിയവനും. അങ്ങനെയുള്ള അദ്ദേഹം സമന്തത സമൈക്ഷത, 4 ഭാഗത്തും ചുറ്റുപാടുള്ളവരെ കൊന്ന് നല്ലോണം നോക്കി. എന്നിട്ട് ഊജിവാനിത ഉർവീശ സദഹ സംഹർഷയന്നിവ, ആ ഉർവീശനായിട്ടുള്ള ഭൂമിയുടെ പതിയായിട്ടുള്ള അദ്ദേഹം സദസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയുള്ള വാക്കുകൾ? ചാരുവായതും ചിത്രപദമായതും മൃദുവായതും, മൃഷ്ടം എന്ന് പറഞ്ഞാൽ ശുദ്ധമായതും, ഗൂഢം അർത്ഥഗർഭമായതും, അവിക്ലവം സംശയരഹിതമായതും, സർവേഷാം ഉപകാരാർത്ഥം തഥാ അനുവദന്നിവ, എല്ലാവരുടെയും പ്രയോജനത്തിനായിക്കൊണ്ട്, എല്ലാവരുടെയും എന്താ പറയുക, അനുവാദത്തിനായിക്കൊണ്ട് എന്നതുപോലെ, എല്ലാവരുടെയും സമ്മതത്തിനായിക്കൊണ്ട് എല്ലാവരുടെ മുമ്പിലും അവതരിപ്പിക്കുകയാണ് തൻ്റെ ഉള്ളിൽ തോന്നിയതായിട്ടുള്ള നല്ല ആശയങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കുകയാണ്. എന്നിട്ട് എല്ലാവരോടും അതിന് അംഗീകാരം ചോദിക്കുകയാണ്. മഹാത്മാക്കളായിട്ടുള്ള ആളുകളൊക്കെ സഭയിലുണ്ട്. അപ്പൊ തന്നേക്കാൾ അറിവുള്ളവരും ശ്രേഷ്ഠന്മാരുമാണ്. അപ്പൊ നിങ്ങളൊക്കെ എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ തൻ്റെ അഭിപ്രായം പ്രജകളോട് പറയാനുള്ളതാണ്. പ്രജകൾക്കുള്ള ഉപദേശമാണ്. അത് മഹത്തുക്കളുടെ അംഗീകാരത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. നമ്മുടെ
മന്ത്രിസഭകൾ ഏതെങ്കിലുമൊക്കെ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ, പുതിയ ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് പണ്ഡിതന്മാരുടെ സഭയിലൊക്കെ ചർച്ച ചെയ്ത് അല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പാർലമെൻറ്റും രാജ്യസഭയും ഒക്കെ അങ്ങനെയുള്ള സഭയാണ് ആവേണ്ടത്. രാജ്യസഭ എന്ന് പറഞ്ഞാൽ അവിടെ നോമിനേറ്റഡ് ആയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവണം. പക്ഷെ ഇവിടെ ഇപ്പോഴെല്ലാം രാഷ്ട്രീയാധിഷ്ഠിതമായിട്ടുള്ള ആളുകളെയാണ്, മണിയടിക്കുന്ന ആളുകളെയാണ് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അല്ലാതെ വിവരമുള്ളവരെയൊന്നും അല്ല. ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. നല്ല അറിവുള്ള ഓരോ വിഷയത്തിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക. എന്നിട്ട് അവരൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുക, അവരുടെയൊക്കെ അഭിപ്രായം പറയുക. അപ്പോൾ ഏത് കാര്യങ്ങൾ നടപ്പിൽ വരുത്തുമ്പോഴും അതാത് വിഷയങ്ങളിൽ അറിവുള്ള ആളുകളുടെ അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത്, അല്ലേ? ഇപ്പോൾ എന്താണ് അഗ്നിപഥ് എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള പട്ടാളത്തിൽ ആളുകളെ എടുക്കുന്ന ഒരു സമ്പ്രദായം ആരംഭിച്ചിരിക്കുന്നു. 4 വർഷത്തേക്ക് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ളൊരു പദ്ധതിയാണ്. അവരുടെ ജീവിതത്തെ തന്നെ നല്ല ചിട്ടയോടുകൂടി ക്രമപ്പെടുത്താനും അവരുടെ ഭാവിയിലേക്കുള്ള നല്ലൊരു ഫൗണ്ടേഷനായിട്ടും അത് മാറും. ഭാരതത്തിലെ യുവാക്കളെ നന്നാക്കിയെടുക്കാനുള്ളൊരു പദ്ധതിയാണ്. കള്ളും കഞ്ചാവും അടിച്ച് ആവശ്യമില്ലാത്ത ഡിഗ്രികളും എടുത്ത് ഒരു പ്രയോജനമില്ലാത്ത കുറേ ഡിഗ്രികളുണ്ട്. നമ്മൾക്ക് ഈ ഒന്നിനും പ്രൊഫഷണൽ ഡിഗ്രികൾക്കൊന്നും അഡ്മിഷൻ കിട്ടാത്തവരും, അതുപോലെ സയൻസ് വിഷയങ്ങളോ കൊമേഴ്സ് വിഷയങ്ങളോ അല്ലെങ്കിൽ ഭാഷയിൽ തന്നെ പാണ്ഡിത്യം വേണ്ടതാണ്, അങ്ങനെയുള്ള വിഷയങ്ങളോ അല്ലാതെയുള്ള കുറേ വിഷയങ്ങൾ, അനാവശ്യ വിഷയങ്ങളുണ്ട് നമ്മുടെ പഠിപ്പിക്കുന്നത്. ഒരു പ്രയോജനമില്ലാത്ത, ഒരു ജോലിയും കിട്ടില്ല അതുകൊണ്ട് പോയാൽ. സർട്ടിഫിക്കറ്റിന് ഒരു വിലയും എവിടെയും ഇല്ലാത്തത്. അങ്ങനെയുള്ള കുറേ കോഴ്സുകളുണ്ട്. അതിലൊക്കെ പോകുന്നതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ്. ഇവിടെ കഞ്ചാവ് അടിച്ചും കഞ്ചാവ് വിൽറ്റും കൂത്തുമറിഞ്ഞ് പാർട്ടികൾ നടത്തിയും കൊണ്ട് അനുസരണയില്ലാതെ നടക്കുന്നതായിട്ട് ചെറുപ്പക്കാരെയൊക്കെ നല്ല പ്രായത്തിൽ 17 വയസ്സിൽ 17.5 വയസ്സിൽ പട്ടാള ചിട്ടയിലേക്ക് ട്രെയിനിങ് കൊടുത്ത് 4 വർഷം കഴിഞ്ഞ് അവർ കുറേ പൈസയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ജീവിതത്തിലേക്ക് പുതിയ ഏതെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങാനോ പുതിയ ജോലികളിലേക്ക് പ്രവേശിക്കാനോ ഒക്കെ നല്ലൊരു ട്രെയിനിങ്ങും നല്ലൊരു ആത്മവിശ്വാസവും അവരെന്തിനും തയ്യാറുള്ളവരായിട്ടുള്ള, ഏത് പണിയെടുക്കാനും തയ്യാറുള്ളവരായിട്ടുള്ള നല്ല ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം നമ്മുടെ രാജ്യം എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഐശ്വര്യപൂർണമാകും. അപ്പം അങ്ങനെയുള്ളൊരു പദ്ധതിയാണ്. പക്ഷെ അതിനെ എതിർക്കുന്നവരാരാ? ഒരു വിവരവുമില്ലാത്ത ആളുകളാണ്. ഈ വിഷയത്തിൽ ഒരു ചിന്തയും ഇല്ലാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ശത്രുത കൊണ്ട് മാത്രം എതിർക്കുന്നവർ. BJP അല്ലെങ്കിൽ മോഡി എന്ത് ഭരണപരിഷ്കാരം കൊണ്ടുവന്നാലും അതിനെ അന്ധമായിട്ട് എതിർക്കുക, അതിൻ്റെ പേരിൽ രാജ്യത്ത് കലഹങ്ങൾ ബഹളങ്ങൾ ഉണ്ടാക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുക, രാജ്യത്തിൻ്റെ പുരോഗതിയെ പിന്നിലോട്ട് വലിക്കുക. എത്ര കോടിക്കണക്കിന് രൂപയുടെ ട്രെയിനുകളാണ് കത്തിക്കുന്നത്, എത്ര പാളങ്ങളാണ് അവർ നശിപ്പിക്കുന്നത്. റെയിൽവേ പാളങ്ങളൊക്കെ അതിൻ്റെ അൺസെറ്റിൽഡ് ആക്കുകയാണ്. അതിലെ റീപ്പറുകളും അതിൻ്റെ ബോൾട്ടുകളും നട്ടുകളും ക്ലാമ്പുകളും ഒക്കെ ഇളക്കിയെടുത്ത് കളഞ്ഞ് റെയിൽവേ പാളങ്ങളെ പോലും അരക്ഷിതമാക്കി മാറ്റുകയാണ്. അതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ഇവരൊന്നും പട്ടാളത്തിൽ ചേരാനുള്ളവരൊന്നുമല്ല. ഇവരൊക്കെ രാജ്യദ്രോഹികളാണ്. ഇവരെയൊന്നും ഒരിക്കലും പട്ടാളത്തിൽ എടുക്കരുത്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ വന്നാലും ദുഷ്ടശക്തികളാണ്, രാജ്യദ്രോഹ ശക്തികളാണ്. അപ്പം അവരൊന്നുമല്ല ഇതിലൊന്നും അഭിപ്രായം പറയേണ്ടത്. ഇതിൽ അഭിപ്രായം പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞു. പട്ടാളത്തിൻ്റെ മേധാവികളാണ് ഇത് എത്രയോ കാലമായിട്ട് വളരെ ആലോചിച്ചതെല്ലാം നടപ്പിൽ കൊണ്ടുവരുന്നത്. ഒരു എംപ്ലോയ്മെന്റ് സ്കീം മാത്രമല്ല, വലിയൊരു പദ്ധതി കൂടിയാണ്. നല്ല രീതിയിൽ ആലോചിച്ചിട്ടാണ്. ഇതിപ്പോൾ ഓരോ വ്യക്തികളെയും കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്താനൊന്നും സാധിക്കില്ല. അങ്ങനെ ബോധ്യപ്പെടാനാണെങ്കിൽ ഈസിയാണ് താനും.
പക്ഷെ ബോധ്യപ്പെടില്ല എന്നങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ, എതിർക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും എന്തെങ്കിലും കുനിഷ്ടം കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് രാഷ്ട്രീയം, രാജ്യദ്രോഹം എന്നൊക്കെ പറയുന്നത്. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ പിന്നോട്ട് വലിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ അവരെയൊക്കെ നമ്മളും എല്ലാവരും മനസ്സുകൊണ്ടും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലും എതിർക്കേണ്ടതാണ്, പരാജയപ്പെടുത്തേണ്ടതാണ്. നമ്മൾ ഈ നല്ല നല്ല ഭരണപരിഷ്കാരങ്ങളെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, കൂടെ നിൽക്കേണ്ടതാണ്. പറഞ്ഞു വരുന്നത്, അതിലുള്ള പണ്ഡിതന്മാരാലോചിച്ചിട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാര്യം പുതിയൊരു തീരുമാനം വരുമ്പോൾ അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണ് അത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ വഴി പൂണം തെരുവ് തണ്ടികളോടല്ല അത് ആലോചിക്കേണ്ടത്. അണ്ടനും അടകോടനും ചാക്കനും പോക്കനുമല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഒരു എന്താ പറയുക, MBBS ഡോക്ടർക്ക് പോലും ഇതിൽ എന്താ പറയുക അഭിപ്രായം പറയാൻ യോഗ്യതയില്ല. ഇത് പട്ടാളത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയുന്ന ആളുകൾക്ക് മാത്രമേ, അതിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അതിൽ അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പശ്ചാത്തലം അറിയുന്നവർക്കും അതുപോലെ ചിന്തിക്കുന്നവർക്കും രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർക്കും അവരൊക്കെയാണ് ഇതിൽ നല്ല അഭിപ്രായം പറയുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് പറയുക. അപ്പോൾ ഈ പണ്ടത്തെ രാജവ്യവസ്ഥയിലും ഏതൊരു ഭരണപരിഷ്കാരം രാജാവ് കൊണ്ടുവരുമ്പോഴും അത് പ്രജകൾക്ക് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള മഹാത്മാക്കളോടൊക്കെ അഭിപ്രായം ചോദിച്ച് അവരുടെ അംഗീകാരം വാങ്ങിച്ച് അവർ ശരി എന്ന് പറയുമ്പോഴാണ് അത് പ്രജകൾക്ക് അവരും സ്വയം സമ്മതിക്കും. കാരണം യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഹ സയത് പ്രമാണം കുരുതേ ലോക തദനുവർത്തതേ. സജ്ജനങ്ങൾ അതിനെ പ്രമാണമാക്കി സ്വീകരിച്ചു കഴിഞ്ഞാൽ, അറിവുള്ളവർ മഹാത്മാക്കൾ പ്രമാണമാക്കി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും അത് അംഗീകരിക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പൃഥു തൻ്റെ പ്രജകളോടുള്ളതായിട്ടുള്ള ഉപദേശം മഹാത്മാക്കളുടെ സദസ്സിൽ വെച്ച് മഹാത്മാക്കളെ ഉപദേശിക്കുകയല്ല, അവരോട് വാലിഡേറ്റ് ചെയ്യാനായിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളിത് അംഗീകരിച്ചാൽ ബാക്കിയുള്ളവർക്കും ഇത് സന്തോഷമായിരിക്കും സ്വീകരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അവതരണമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓം രാജോവാച സഭ്യാ ശൃണുത ഭദ്രം വഹ സാധവോ യൈഹാഗതാഃ സത്സു ജിജ്ഞാസുഭിർധർമ്മം ആവേദ്യം സ്വമനീഷിതം. രാജാവ് വാച, പൃഥു ചക്രവർത്തി സദസ്സിൽ മഹാത്മാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, സഭ്യാഹ സഭ്യാഹ അല്ലയോ സഭാവാസികളെ, സഭയിലിരിക്കുന്ന യോഗ്യരായിരിക്കുന്നവരെ എന്നർത്ഥമാണ്. സഭ്യാഹ ഇഹ ആഗതാഹ യേ സാധവഃ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഏത് സാധുക്കളുണ്ടോ, ഏത് സജ്ജനങ്ങളുണ്ടോ, ഏത് മഹാത്മാക്കളുണ്ടോ അവരും എല്ലാം കേൾക്കുവിൻ. യൂയം ശൃണുത, നിങ്ങൾ കേൾക്കുവിൻ. യൂയം ശൃണുത വഹ ഭദ്രം. വഹ ഭദ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ, നിങ്ങൾക്ക് ക്ഷേമം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആദ്യം എല്ലാവരെയും ആശംസിച്ചുകൊണ്ട്, അല്ലേ, നമ്മൾ ദിവസവും ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാവരോടും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് പോലെ തന്നെയാണ് ഇവിടെ പൃഥു ചക്രവർത്തിയും എല്ലാവർക്കും മംഗളം നേർന്നുകൊണ്ട് വഹ ഭദ്രം ഭദ്രം വഹ, നിങ്ങൾ സഭയിലിരിക്കുന്നതായിട്ടുള്ള സാധുക്കൾ, ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുവിൻ, നിങ്ങളുടെ വെൽവിഷറാണ് ഞാൻ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഭദ്രം വഹ എന്നുള്ള ആശംസ. നിങ്ങൾക്ക് നല്ലത് മാത്രമേ, എല്ലാവരുടെയും നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരുടെയും പൊതുവായ നന്മയെ കാംക്ഷിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. യൂയം ശൃണുത വഹ ഭദ്രം ജിജ്ഞാസുഭിഹി സ്വമനീഷിതം ധർമ്മം സത്സു ആവേദ്യം. എന്താണ് ഇപ്പൊ താൻ അവതരിപ്പിക്കാൻ പോകുന്നതിന് ഒരു മുഖവുര പറയുകയാണ്. ജിജ്ഞാസുഭിഹി സ്വമനീഷിതം ധർമ്മം. ഇവിടെ ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹിക്കുന്നവൻ. ഇവിടെ തന്നെയാണ് പറയുന്നത്.
ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്തറിയാൻ ആഗ്രഹിക്കുന്നു? എൻ്റെ അഭിപ്രായം ശരിയാണോ എന്നുള്ളത്. സ്വമനീഷിതം. അപ്പൊ സ്വമനീഷിതം എന്ന് പറഞ്ഞാൽ, മനീഷ എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മികയായ ബുദ്ധിയാണ് മനീഷ. എൻ്റെ മനീഷിതം എന്ന് പറഞ്ഞാൽ എൻ്റെ നിശ്ചയം എന്നർത്ഥം. അപ്പൊ എൻ്റെ അഭിപ്രായത്തെ അല്ലെങ്കിൽ എൻ്റെ നിശ്ചയത്തെ ഞാൻ ശരിയാണോ എന്ന് ജിജ്ഞാസയുള്ളവനാണ്. ഐ എം ക്യൂറിയസ്. എൻ്റെ തന്നെ ഒപ്പീനിയനെ കുറിച്ച് ഞാനത് ശരിയാണോ എന്ന് ജിജ്ഞാസുവാണ്. അപ്പൊ ജിജ്ഞാസുബിഹി സ്വമനീഷിതം ധർമ്മം. അത് ധർമ്മത്തെക്കുറിച്ചാണ്, മറ്റുള്ളവർ ആചരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് സത്സു ആവേദ്യം. സത്സു എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ മുമ്പിൽ, അവരുടെ സഭയിൽ ആവേദ്യം. ആവേദ്യം എന്ന് പറഞ്ഞാൽ നിവേദനം ചെയ്യേണ്ടതാണ്. ആസമന്താത് വേദ്യം, നന്നായി അറിയിക്കപ്പെടേണ്ടതാണ് എന്നർത്ഥം. നല്ലതുപോലെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ അംഗീകാരം വാങ്ങിച്ചിട്ട് വേണം എൻ്റെ നിശ്ചയം ശരിയാണെന്ന് ഞാൻ തീരുമാനിക്കാൻ. ഒരു ഭരണാധികാരി സ്വന്തം ആശയങ്ങള് നല്ല ആശയങ്ങൾ തന്നെയാണ്, തനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, താൻ വളരെ കാലം ചിന്തിച്ചിട്ടെടുത്ത തീരുമാനമാണ് എങ്കിലും താൻ കാണാത്ത ഏതെങ്കിലും ന്യൂനതകൾ അതിനുണ്ടാവാം, എന്തെങ്കിലും വിപരീത ഫലം ചിലപ്പോ ഉണ്ടാവാം. അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ നിഷ്പക്ഷരായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള സാധുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഹിതം ചിന്തിക്കുന്നവർ, എല്ലാവരുടെയും നന്മയെ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക്, ന്യൂട്രൽ ആയിട്ടുള്ള ആളുകൾക്ക് അത് തുറന്നു കാണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അവരുടെ മുമ്പിലേക്കാണ് തൻ്റെ അഭിപ്രായത്തെ, തൻ്റെ നിശ്ചയത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളത് ശരിയാണോ നോക്കി പറയണം. എൻ്റെ അഭിപ്രായം ശരിയാണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഞാനിത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. സത്സു ആവേദ്യം. അപ്പൊ ഇത് സജ്ജനങ്ങളെ ഉപദേശിക്കുകയല്ല, അവരെ അറിയിക്കുകയാണ്, സംശയ നിവാരണത്തിനായിക്കൊണ്ട്, ഒരു വാലിഡേഷൻ ആയിക്കൊണ്ട് എന്ന് താല്പര്യം. സഭ്യാസൃണുത ഭദ്രം വഹ സാധവോയ ഇഹാഗതാഹ സത്സു ജിജ്ഞാസുഭിർധർമ്മം ആവേദ്യം സ്വമനീഷിതം അഹം ദണ്ഡധരോ രാജാ പ്രജാനാമിഹ യോജിതഃ രക്ഷിതാ വൃത്തിദസ്വേഷു സേതുഷു സ്ഥാപിതാ പൃഥക്. താൻ ആരാണ്? താൻ രാജാവാണ്. തന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവതരിപ്പിക്കുകയാണ്. രാജധർമ്മം. അഹം ദണ്ഡധരോ രാജാ പ്രജാനാം ഇഹ യോജിതഃ. അഹം ഞാൻ, ദണ്ഡധരഃ രാജ, ആരുടെ? പ്രജാനാം, പ്രജകളുടെ രാജാവായിട്ട് യോജിതഃ യോജിക്കപ്പെട്ടിരിക്കുന്നു, നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരാലും. അപ്പൊ ഞാൻ പ്രജകളുടെ ദണ്ഡധരനായ രാജാവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ദണ്ഡധരൻ എന്ന് പറഞ്ഞാൽ ശിക്ഷയ്ക്ക് അധികാരിയുമാണ്. പ്രജകളെ വേണ്ട രീതിയിൽ നടത്തേണ്ട, പശുക്കളെ പശുപാലകന്മാർ നടത്തുന്നത് പോലെ, ആടുകളെ ആട്ടിടയന്മാർ നടത്തുന്നത് പോലെ പ്രജകളെ നേരായ വഴിക്ക് നയിക്കാൻ ബാധ്യസ്ഥനാണ് ദണ്ഡധരനായിട്ടുള്ള രാജാവ്, ഭരണാധികാരി. കാരണം പ്രജകൾ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ, തെറ്റായ വഴിക്ക് പോകുമ്പോൾ ആ സമൂഹം നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടുകൊണ്ട് നേരായ വഴിക്ക് നയിക്കേണ്ടത് ഭരണാധികാരികളാണ്. അതിനാണ് അവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്, അതിനാണ് അവർക്ക് സൈന്യബലം മറ്റുള്ളതൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഞാൻ അങ്ങനെ നിരൂപിക്കപ്പെട്ടിരിക്കുന്നു. അഹം ദണ്ഡധരോ രാജാ പ്രജാനാമിഹ യോജിതഃ. മാത്രമല്ല എനിക്ക് വേറെ എന്തൊക്കെ ചുമതലകളുണ്ട്? രക്ഷിതാ വൃത്തിദഃ സ്വേഷു സേതുഷു സ്ഥാപിതാ പൃഥക്. ഞാൻ രക്ഷിതാവാണ്, എല്ലാവരുടെയും കാവൽക്കാരനാണ്, രക്ഷാധികാരിയാണ്, ചൗക്കീദാർ അല്ലെ. ഞാൻ രക്ഷിതാവാണ്. വൃത്തിദഃ, ഞാൻ വൃത്തിദനാണ്. വൃത്തിദൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപജീവന മാർഗത്തെ പ്രദാനം ചെയ്യുന്നവൻ, എല്ലാവർക്കും ജീവിക്കുവാനുള്ളതായിട്ടുള്ള അവരവരുടേതായിട്ടുള്ള ഉപജീവന മാർഗങ്ങളെ ഒരുക്കി കൊടുക്കേണ്ടവൻ, വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കേണ്ടവൻ, അനുകൂലമായ പോളിസികൾ ഉണ്ടാക്കി കൊടുക്കേണ്ടവൻ അല്ലെ. കർഷകന്മാർക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. മറ്റു ഇൻഡസ്ട്രീസിനാണെങ്കിൽ, വ്യവസായികൾക്കാണെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം.
കച്ചവടക്കാർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എല്ലാം രാജ്യത്തിന് ക്ഷേമകരമായിട്ട്, പ്രജകൾക്ക് ക്ഷേമകരമായിട്ട്, അതാത് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വേണം എല്ലാം തീരുമാനിക്കാൻ. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും വൃത്തികളെ കൊടുക്കുന്നവനാണ് രാജാവ്, വൃത്തിദഹ. അതുപോലെ സ്വേഷു സേതുഷു പൃഥക് സ്ഥാപിത, ഞാൻ സ്ഥാപിതാവാണ്, സ്ഥാപിക്കുന്നവനാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവനാണ്. എന്തിനെ? സ്വേഷു സ്വേതുഷു പൃഥക് സ്ഥാപിത. സ്വേഷു എന്ന് പറഞ്ഞാൽ അവരവരുടെ സ്വകീയങ്ങളായിരിക്കുന്ന, സേതുഷു അവരവരുടേതായിട്ടുള്ള മര്യാദകളിൽ, ധർമ്മങ്ങളിൽ എന്നർത്ഥം. സേതു എന്നുള്ളത് മര്യാദ, ധർമ്മം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ അവരവരുടെ ധർമ്മങ്ങളിൽ പൃഥക് ഓരോരുത്തരെയും വെവ്വേറെയായിട്ട് സ്ഥാപിത, സ്ഥാപിക്കുന്ന അധികാരിയും ആകുന്നു. അപ്പോ ഭരണാധികാരിയായിട്ടുള്ള രാജാവ് ഓരോരുത്തരുടെയും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളിൽ അവരെ ഉറപ്പിച്ചു നിർത്തണം, പ്രേരിപ്പിക്കണം. വർണ്ണ ആശ്രമ ധർമ്മങ്ങളിൽ അവരെ അനുഷ്ഠിക്കുവാനുള്ളതായിട്ടുള്ള ആ പ്രേരണ കൊടുത്തും അത് അനുഷ്ഠിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് അവർക്കത് അനുഷ്ഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് എല്ലാം കാവൽ നിൽക്കേണ്ട ആളാണ്, ധർമ്മത്തിന് കാവൽ നിൽക്കേണ്ട ആളാണ് രാജാവ് എന്ന് പറയുന്ന രാജധർമ്മത്തെ, തൻ്റെ ഡ്യൂട്ടിയെ താൻ തന്നെ എടുത്തു പറയുകയാണ്. അപ്പൊ എനിക്കിതെല്ലാം ബോധമുണ്ട് എന്നാണ് ഈ രാജാവ് പറയുന്നത്. എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ഇതിൽ ഏതൊക്കെ വന്നു? ആഭ്യന്തരം വന്നു, ക്രമസമാധാനം വന്നു, കൃഷി വന്നു, വ്യവസായം വന്നു, വിദ്യാഭ്യാസം വന്നു. എല്ലാ കാര്യങ്ങളിലും എന്റേതായിട്ടുള്ള കാവലുണ്ടാവും, ശ്രദ്ധയുണ്ടാവും. ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കുന്നവനാണ്. അപ്പോൾ വിവേകമില്ലാതെ അധർമ്മം പ്രവർത്തിക്കുന്ന, ധർമ്മം തെറ്റി നടക്കുന്നതായിട്ടുള്ള ആളുകളെ അവരവരുടെ ധർമ്മത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അധികാരിയും കൂടിയാണ് ഞാൻ. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും നേരായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നവനാണ്. അഹം ദണ്ഡധരോ രാജ പ്രജാനാമിഹ യോജിതഃ രക്ഷിതാ വൃത്തിദസ്വേഷു സേതുഷു സ്ഥാപിതാ പൃഥക്. നമ്മുടെ ഭരണാധികാരികളൊക്കെ ഈ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണാധികാരികൾക്ക്, അല്ലേ? തൻ്റെ ഡ്യൂട്ടി എന്താണ്, താൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ള ബോധം ഓരോ സ്ഥാനത്തിരിക്കുന്നവർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. തസ്യമേ തദനുഷ്ഠാനാത് യാനാഹു ബ്രഹ്മവാദിനഃ ലോകാസ്യു കാമസന്തോഹ യസ്യ തുഷ്യതി ദിഷ്ടദൃക്. അപ്പോ ആ ധർമ്മം, എന്റെ ധർമ്മം ഞാൻ അനുഷ്ഠിക്കുന്നത് കൊണ്ട് എനിക്കെന്താണ് ഫലം? എന്റെ നേരെ ഈശ്വരൻ പ്രസാദിക്കുന്നു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോഴോ നിങ്ങളുടെ നേരെയും ഈശ്വരൻ പ്രസാദിക്കും. തുടർന്ന് പറയുന്നുണ്ട്, മാത്രമല്ല നിങ്ങൾ തെറ്റ് ചെയ്താൽ ആ പാപങ്ങളുടെ ഫലം അത് ഞാനും കൂടി അനുഭവിക്കണം. നിങ്ങളുടെ പാപത്തിന്റെ ഫലം കൂടി എന്നെ ബാധിക്കും. നിങ്ങൾ പുണ്യം ചെയ്താൽ അതെനിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നല്ലത് ചെയ്യാൻ, ധർമ്മം ചെയ്യാനായിക്കൊണ്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വരികയാണ്. തസ്യമേ തദനുഷ്ഠാനാത് യാനാഹു ബ്രഹ്മവാദിനഃ ലോകാസ്യു കാമസന്തോഹ യസ്യ തുഷ്യതി ദിഷ്ടദൃക്. തത് അനുഷ്ഠാനാത്. ഇപ്പൊ മുൻ ശ്ലോകത്തിൽ തന്റെ ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു, തന്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് എണ്ണി പറഞ്ഞു. ഞാന് പ്രജകളുടെ രാജാവാണ്, ദണ്ഡധരനാണ്, രക്ഷിതാവാണ്, വൃത്തിധനാണ്, അവരവരുടെ ധർമ്മങ്ങളിൽ അവരെ സ്ഥാപിക്കുന്നവനാണ്. അങ്ങനെയുള്ള തദനുഷ്ഠാനാത്, എന്റെ കർമ്മത്തെ, എന്റെ സ്വധർമ്മത്തെ ഞാൻ അനുഷ്ഠിക്കുന്നത് കൊണ്ട് യസ്യ, അങ്ങനെയുള്ള ഏതൊരുവന്റെ നേർക്ക് എന്ന് പറഞ്ഞാൽ എന്റെ നേർക്ക് ഞാൻ അനുഷ്ഠിക്കുകയാണെങ്കിൽ എന്റെ നേർക്ക് യാതൊരുവന്റെ നേരെ ദിഷ്ടദൃക് തുഷ്യതി. ദിഷ്ടദൃക്, ദിഷ്ടം എന്ന് പറഞ്ഞാല് കർമ്മഫലം, കർമ്മം എന്നൊക്കെ അർത്ഥമുണ്ട്. തിട്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഈശ്വരന്റെ തിട്ടം, ഈശ്വരന്റെ നിശ്ചയം. ആ ഈശ്വരന്റെ നിശ്ചയത്തെ ദൃക്, ദർശിക്കുന്നവൻ ഈശ്വരൻ തന്നെയാണ്. എല്ലാം താൻ എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അതിനെ അധ്യക്ഷനായി സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ആര്? ഭഗവാൻ തന്നെ. ഭഗവാൻ ഈ ലോകത്തിന് എല്ലാവർക്കും വേണ്ടി
ശാസ്ത്രങ്ങളിലൂടെ, വേദങ്ങളിലൂടെ ധർമ്മത്തെ ഉപദേശിച്ചിട്ടുണ്ട്. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതവും. കാര്യവും അകാര്യവും നിശ്ചയിക്കുന്ന കാര്യത്തിൽ ശാസ്ത്രങ്ങളാകട്ടെ നിങ്ങൾക്ക് പ്രമാണം എന്ന് ഭഗവാൻ ഗീതയിലൂടെ അർജുനനും ഉപദേശിക്കുന്നു. അതിനു മുമ്പ് വേദങ്ങളിലൂടെ എല്ലാവർക്കും ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ തിട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഭഗവാന്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ തിരക്കഥ, അതനുസരിച്ച് വേണം ഇവിടെയുള്ള ഓരോ അഭിനേതാക്കളും അവരവരുടേതായിട്ടുള്ള ആക്ഷൻ നടത്താൻ, അല്ലേ? തിരക്കഥയിലില്ലാത്ത ആക്ഷൻ, അതിനെ അതിക്രമിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ആക്ഷൻ, അത് തിരക്കഥാകൃത്ത്, സംവിധായകൻ ഒന്നും സമ്മതിക്കില്ല. അപ്പം അതുപോലെ ഭഗവാന്റെ തിരക്കഥയ്ക്ക് പേരാണ് ഇവിടെ ദിഷ്ടം എന്ന് പറയുന്നത്. ദിഷ്ടം എന്ന് പറഞ്ഞാൽ തിട്ടം എന്ന് മലയാളത്തിൽ പറയുന്നു. ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ വ്യവസ്ഥ, ഭഗവാന്റെ ധാർമ്മിക വ്യവസ്ഥ ഈ ലോകപാലനത്തിന്, അതിനെ ദർശിക്കുന്നവനാണ് ഭഗവാൻ. ദിഷ്ടദൃക്ക്, സാക്ഷിയാണ്, എല്ലാം നോക്കിയിരിപ്പുണ്ട്. CCTV ക്യാമറകൾ എല്ലാ ഭാഗത്തും വെച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ പണികൾ എടുക്കുന്നുണ്ടോ എന്ന് സഹസ്രാക്ഷ സഹസ്രപാദ് ഭൂമിം വിശ്വതോ വൃത്വ, എല്ലായിടത്തും നിറഞ്ഞു നിന്നുകൊണ്ട് ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ദിഷ്ടദൃക്ക് തുഷ്യതി. അപ്പൊ ഞാൻ എൻ്റെ കർമ്മം ചെയ്താൽ ആ കർമ്മസാക്ഷിയായ ഭഗവാൻ അദ്ദേഹത്തിന്റെ നിശ്ചയത്തിനനുസരിച്ച് ഞാൻ പെരുമാറുന്നത് കാണുമ്പോൾ, എന്റെ ധർമ്മം, രാജധർമ്മം ഞാൻ അനുഷ്ഠിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം എന്നിൽ പ്രസാദിക്കുന്നു, സന്തോഷിക്കുന്നു. ബ്രഹ്മവാദിനഃ യാനാഹുഃ കാമസന്തോഹാഃ ലോകാഃ തസ്യമേ സ്യുഃ. ബ്രഹ്മവാദിനഃ എന്ന് പറഞ്ഞാൽ വേദം പറയുന്നവർ, വേദജ്ഞന്മാർ. ആ വേദം പറയുന്നവരായിട്ടുള്ള ആളുകൾ യാൻ ആഹുഹു, ഏതേത് ലോകങ്ങളെ കുറിച്ച് പറയുന്നുവോ എന്ന് വെച്ചാൽ, ഇങ്ങനെ ധർമ്മം ആചരിക്കുന്നവർക്ക് ഇന്നന്ന ലോകങ്ങൾ കിട്ടും, ഇന്നന്ന അനുഭവങ്ങൾ കിട്ടും എന്നൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിളിച്ചു പറയുന്നവരാണ് ബ്രഹ്മവാദികൾ, വേദജ്ഞന്മാര്. അപ്പോ അങ്ങനെയുള്ള ലോകങ്ങളെ കാമസന്തോഹാഹ, കാമങ്ങളെ നല്ലതുപോലെ ചുരന്നു തരുന്നത്, സാധിപ്പിക്കുന്നത്. ആ കാമം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നത് എന്നർത്ഥം. ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതായിട്ടുള്ള ലോകാഹ, ആ ലോകങ്ങൾ, ആ അനുഭവങ്ങൾ എന്നർത്ഥം. നല്ല നല്ല അനുഭവങ്ങൾ. തസ്യ മേ സ്യുഹു, തസ്യ അങ്ങനെയുള്ള മേ എനിക്ക്, സ്യുഹു, സ്യുഹു എന്ന് പറഞ്ഞാൽ ഭവിക്കും, സിദ്ധിക്കും. അപ്പൊ ഞാൻ എൻ്റെ സ്വധർമ്മം കൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിച്ച് എനിക്ക് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള അനുഭവങ്ങളെ നൽകും, ഉത്കൃഷ്ടങ്ങളായ ലോകങ്ങളെ നൽകും, എനിക്ക് പ്രൊമോഷൻ നൽകും. അല്ലേ? നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കർമ്മം ഭംഗിയായിട്ട് നിർവഹിച്ചാൽ നമ്മൾക്ക് ആരാണോ ജോലി തന്നിരിക്കുന്നത് അവർ സന്തോഷിക്കും. അവർ സന്തോഷിച്ചാലോ നമുക്ക് പ്രൊമോഷനും കൂടുതൽ ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടും, കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. നമ്മളിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മളെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു തരും. എല്ലാ ഫ്രീഡവും നമുക്കുണ്ടാവും. അപ്പം അതുപോലെയാണ് ഭഗവാനെ ഭഗവാൻ ഏൽപ്പിച്ചതായിട്ടുള്ള സ്വധർമാനുഷ്ഠാനത്തിലൂടെ സന്തോഷിപ്പിച്ചാൽ ഭഗവാൻ നമുക്ക് ഇതിലും ഉയർന്നതായിട്ടുള്ള ലോകങ്ങൾ നൽകി, നല്ല നല്ല അനുഭവങ്ങൾ നൽകി നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറയണം. അപ്പം ഞാൻ എൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്നിൽ ഭഗവാൻ പ്രസാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത്. എൻ്റെ തന്നെ ശ്രേയസ്സിന് തന്നെയാണ്. ഞാൻ സ്വാർത്ഥനാണെന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് ധർമ്മം ചെയ്യുന്നതിൻ്റെ ഫലം എന്ന് മറ്റുള്ളവർക്കും കൂടി സൂചന കൊടുക്കും. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ധർമ്മം അനുഷ്ഠിച്ചാലോ നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഫലം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. തസ്യമേ തദനുഷ്ഠാനാത് യാനാഹുഃ ബ്രഹ്മവാദിനഃ ലോകാസ്യുഃ കാമസന്തോഹ യസ്യ തുഷ്യതി ദിഷ്ടദൃക്ക് യ ഉദ്ധരേത്കരം രാജാ പ്രജാധർമ്മേഷു അശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാതി സഹ. മറിച്ചാണെങ്കിൽ എന്നാണ് ഇവിടെ. യഹ രാജ,
ഏതൊരു രാജാവാണോ പ്രജാഹ ധർമ്മേഷു അശിക്ഷയൻ, പ്രജകളെ അവരുടെ ധർമ്മത്തിൽ ശിക്ഷിക്കാതെ, ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിപ്പിക്കാതെ, ശിക്ഷ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ്, അവയർനെസ് കൊടുക്കലാണ് ശിക്ഷ. സംസ്കൃതത്തിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണമാണ്. അപ്പൊ തന്റെ പ്രജകളെ ധർമ്മങ്ങളിൽ ബോധവൽക്കരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നവനായിട്ടുള്ള യഹ രാജ, ഏതൊരു രാജാവാണോ കരം ഉദ്ധരേത്, കരം മാത്രം ഉദ്ധരിക്കുന്നു, പിരിച്ചെടുക്കുന്നു. നമ്മുടെ കേരളത്തിലെ പോലെ എല്ലാവരെയും മദ്യപാനികളും എല്ലാവരെയും ലോട്ടറി എടുക്കുന്നവരും ആക്കി മാറ്റിയിട്ട് എല്ലാ രീതിയിലും കരം പിരിച്ചെടുക്കുന്നതായിട്ടുള്ള ഭരണാധികാരികളാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. എല്ലാം അപ്പോൾ മനുഷ്യരുടെ സ്വഭാവത്തെ ദുഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഒരിക്കലും നന്നാവരുത് ഇവരെന്നും മദ്യപാനികളായിരിക്കണം, എന്നും മറ്റേ ലോട്ടറി എടുത്ത് കിട്ടുന്ന കാശ് മുഴുവൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പ്രതീക്ഷയോടുകൂടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. ഒരിക്കലും ഇവർ നന്നാവാൻ പാടില്ല. എന്നും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ ആയിരിക്കണം. എങ്കിലേ ഇവരൊക്കെ നമുക്ക് സിന്ദാബാദ് വിളിക്കാൻ എപ്പോഴും ഉണ്ടാവുള്ളൂ എന്ന് കരുതുന്ന ഭരണാധികാരികളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അനുഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത്. തന്റെ കർത്തവ്യം ചെയ്യാതെ കരം മാത്രം പിരിച്ചെടുത്ത് പ്രജകളെ പിഴിയുന്നവൻ. ശരിക്കും പിഴിയന്നല്ലേ? ഇനി എന്താ പിഴിയാൻ ബാക്കിയുള്ളത് അല്ലേ? പ്രജാഹ ധർമ്മേഷു അശിക്ഷയന് യഹ രാജാ കരം ഉദ്ധരേത്, ഏതൊരു രാജാവാണോ കരം മാത്രം പിരിക്കുന്നത്, സഹ പ്രജാനാം ശമലം ഭുങ്ക്തേ, അവൻ പ്രജകളുടെ ശമലം എന്ന് പറഞ്ഞാൽ പാപം എന്നർത്ഥമാണ്. ആ പാപത്തെ ഭുങ്ക്തേ ഭുജിക്കുന്നു. അപ്പൊ പ്രജകൾ ചെയ്യുന്ന പാപങ്ങളെ ഈ രാജാവാണ് ഭുജിക്കുന്നത്, അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. സ്വംഭകം ജഹാദിച്ച, സ്വന്തം ഭാഗ്യത്തെ, സ്വന്തം പുണ്യത്തെ, സ്വന്തം ഐശ്വര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. വെച്ചാൽ സ്ഥാനഭ്രഷ്ടനായി പോവും ഈ പ്രവൃത്തി ദോഷം കൊണ്ട്. എത്ര കാലം ജനങ്ങൾ സഹിക്കും? കാലം കഴിയുമ്പോൾ സ്ഥാനഭ്രഷ്ടനാകും. പിന്നെ ചെയ്തതിന്റെ ഫലമായിട്ട് കാരാഗൃഹത്തിലൊക്കെ പോയി കിടക്കേണ്ടിയും വരും, ഉറപ്പ്. തീർച്ചയായിട്ടും അവൻ ജനങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലം ഭുജിക്കും. തന്റെ പുണ്യത്തെ, ഇപ്പൊ ഏതോ പുണ്യം മുമ്പ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഇത്തിരി സുഖിച്ച് കഴിയുന്നത്, അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അത്രയും വേഗത്തിലാണ് പ്രവൃത്തികൾ. ആ പുണ്യം മുഴുവൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പതനം കാണാം നമുക്ക്, വലിയ അഗാധമായിട്ടുള്ള ഗർത്തത്തിലേക്കുള്ള പതനം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. വിപരീതമായി പ്രവർത്തിക്കുന്നവൻ, തന്റെ കർത്തവ്യം ചെയ്യാതിരിക്കുന്നവൻ ഒക്കെ ആയിട്ടുള്ള ഭരണാധികാരിക്ക് ദുരന്തം, പാപഫലം അനുഭവിക്കേണ്ടി വരും. പ്രജകൾ ചെയ്യുന്ന പാപം അവൻ അനുഭവിക്കേണ്ടി വരും. യ ഉദ്ധരേത്കരം രാജാ പ്രജാധർമ്മേഷു അശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാദി സഹ തൽ പ്രജാ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവാനസൂയവഃ കുരുതാദോക്ഷജതിയഃ തർഹി മേ അനുഗ്രഹകൃതഃ. തത് എന്നുള്ളത് തസ്മാത്, അതുകൊണ്ട് പ്രജകളെ, പ്രജാഹ എന്നുള്ളത് പ്രജകളെ സംബോധനയാണ്. അല്ലയോ പ്രജകളെ, അതുകൊണ്ട് ഭർതൃപിണ്ഡാർത്ഥം അനസൂയവഃ അദോക്ഷജതിയഃ സ്വാർത്ഥം ഏവ കുരുത തർഹി മേ അനുഗ്രഹഃ കൃതഃ. എന്താ പറയുക? അല്ലയോ പ്രജകളെ, ഭർതൃപിണ്ഡാർത്ഥം, അവരുടെ ഭർത്താവ്, പ്രജകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ യജമാനൻ, സ്വാമിയായിരിക്കുന്ന രാജാവാണ്, അവരെ ഭരിക്കുന്നവൻ, നിങ്ങളെ ചുമക്കുന്നവൻ എന്നർത്ഥമാണ്. ഭർത്താവ് എന്നുള്ള ശബ്ദത്തിന് ഭാരവാഹിയാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ഭർത്താവായിരിക്കുന്ന ഈ എന്റെ പിണ്ഡാർത്ഥം, പിണ്ഡം എന്ന് പറഞ്ഞാൽ പരലോകത്തിലെ സുഖഭോഗങ്ങൾ, പരലോകത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള ഭോഗങ്ങളാണ് പിണ്ഡങ്ങൾ. അപ്പൊ എന്റെ പരലോക ഗതിക്കായിക്കൊണ്ട്, പരലോകത്തെനിക്ക് നന്മയുണ്ടാവാനായിക്കൊണ്ട് ഭർതൃപിണ്ഡാർത്ഥം നിങ്ങൾ എന്ത് ചെയ്യണം? അനസൂയവഃ, ഞാൻ പറയുന്നതിൽ അസൂയയില്ലാതെ, മത്സരബുദ്ധിയില്ലാതെ, അദോക്ഷജതിയഃ, അദോക്ഷജൻ, എല്ലാറ്റിനും അധിഷ്ഠാനമായിരിക്കുന്ന ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട്,
എല്ലാവരുടെ ഇന്ദ്രിയങ്ങളുടെയും പുറകിലിരിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനുമായി ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടാതിരിക്കുന്നവനാണ് അധോക്ഷജൻ. അങ്ങനെയുള്ള ആ അന്തര്യാമിയായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ആ ഭഗവാനിൽ മനസ്സുറപ്പിക്കുന്നവരായിട്ട് ഈശ്വര ബുദ്ധിയോടുകൂടിയിട്ട് സ്വാർത്ഥം ഏവ കുരുത, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രയോജനമുണ്ടാകുന്ന കർമ്മങ്ങളെ ചെയ്യുവിൻ, അവരവരുടെ ധർമ്മങ്ങളെ ചെയ്യുവിൻ എന്നർത്ഥം. നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തെ ചെയ്യുവിൻ, അത് നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാവും. തർഹി മേ അനുഗ്രഹ കൃത, അങ്ങനെയാണെങ്കിൽ തർഹി എന്ന് പറഞ്ഞാൽ എങ്കിൽ, എന്നാൽ മേ അനുഗ്രഹ കൃത, എനിക്കും നിങ്ങൾ അനുഗ്രഹത്തെ ചെയ്തു. അപ്പൊ നിങ്ങളുടെ ധർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്വാർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം പ്രാപിക്കാം, നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം നേടാം, നിങ്ങൾക്കും ഊർധ്വഗതികൾ കിട്ടും, എനിക്കും അതിന്റെ ഫലം കിട്ടും, ഞാനും എന്റെ പരലോകത്ത് നല്ല ഭോഗങ്ങൾ അനുഭവിക്കാം. അതാണ് ഭർത്തൃപിണ്ഡാർത്ഥം എന്ന് പറഞ്ഞത്. എന്റെ പരലോകത്തിൽ എനിക്ക് നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ധർമ്മം ചെയ്യുവൻ, നിങ്ങളുടെ ധർമ്മം കൊണ്ട് നിങ്ങൾക്ക് സ്വാർത്ഥം കിട്ടും, നിങ്ങൾ സ്വാർത്ഥം അനുഷ്ഠിക്കുവിൻ, എനിക്കും അത് ഉപകാരമാകും, എനിക്കുള്ള അനുഗ്രഹമായി മാറും. അപ്പൊ നിങ്ങളുടെ സ്വധർമ്മത്തിലുള്ള ശ്രദ്ധ എനിക്കുള്ള അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് തന്റെ കാര്യവുമുണ്ട് അവരുടെ കാര്യവുമുണ്ട്, രണ്ടുപേർക്കും പ്രയോജനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രേരിപ്പിക്കുകയാണ്. തൽ പ്രജാഭർത്തൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവാനസൂയവ കുരുതാദോക്ഷജതിയഃ തർഹി മേ അനുഗ്രഹകൃതഃ യൂയം തദനുമോദധ്വം പിതൃദേവർഷയോ അമലാഃ കർത്തുഃ ശാസ്തുഃ അനുജ്ഞാതുഃ തുല്യം യത്പ്രേത്യ തദ്ബലം. അവിടെ ഇരിക്കുന്ന പിതൃക്കൾ, ദേവന്മാർ, ഋഷിമാർ അവരോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. അമലാഹ പിതൃദേവർഷയ, അല്ലയോ ശുദ്ധന്മാരായ പിതൃക്കളെ, ദേവന്മാരെ, ഋഷിമാരെ, യൂയം തത് അനുമോദധ്വം, നിങ്ങളും ഇതിനെ അനുമോദിക്കുവിൻ. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ അതിനെ അഭിനന്ദിക്കുവിൻ, അനുമോദിക്കുവിൻ. നല്ലത് നല്ലത്, സാധു സാധു എന്ന് നിങ്ങൾ വിളിച്ചു പറയുവിൻ. എങ്കിൽ ഈ പ്രജകളും അത് കേൾക്കും, പ്രജകൾക്കും അത് സമ്മതമാകും. അതുകൊണ്ട് മഹാത്മാക്കളായ നിങ്ങൾ ആദ്യം അതിനെ അനുമോദിക്കുവിൻ. കാരണം അവർ മനസ്സിലാവാതിരിക്കണം. സാധാരണക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ബുദ്ധിജീവികളായിട്ടുള്ള നിങ്ങളാണ്. പിതൃദേവർഷയ, അപ്പോ അമലാഹ പിതൃദേവർഷയ യൂയം തത് അനുമോദധ്വം, നിങ്ങൾ അതിനെ അനുമോദിക്കുവിൻ. യത്, എന്തുകൊണ്ടെന്നാൽ കർത്തുഹു ശാസ്തുഹു അനുജ്ഞാതുഹു പ്രേത്യ ഫലം തുല്യം. നിങ്ങൾ അനുമോദിച്ചാലും നിങ്ങൾക്കുണ്ട് ഫലം എന്നാ പറയുന്നത്. യത് എന്തെന്നാൽ കർത്തുഹു ചെയ്യുന്ന കർത്താക്കളായിട്ടുള്ള പ്രജകൾക്കും, ശാസ്തുഹു ശാസിക്കുന്നവനായ രാജാവായ എനിക്കും, അനുജ്ഞാതുഹു അതിന് അനുമതി കൊടുക്കുന്ന അനുമോദനം കൊടുക്കുന്ന നിങ്ങൾക്കും പ്രേത്യ ഫലം തുല്യം. പ്രേത്യ എന്ന് പറഞ്ഞാൽ പരലോകത്ത് മറ്റു ലോകങ്ങളിൽ അനന്തര ഫലം അത് നല്ല തുല്യമായിട്ട് പങ്കിട്ടെടുക്കാം. അപ്പോ ചെയ്യുന്ന പ്രജകൾക്കും ഫലം കിട്ടും, ശാസിക്കുന്ന രാജാവായ എനിക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടാവും, അതിനെ അനുമോദിക്കുന്ന നിങ്ങൾക്കും അതിന്റെ ഫലം കിട്ടും, നിങ്ങൾക്കും സുഖമായിരിക്കാം. നിങ്ങൾക്ക് പിതൃക്കൾക്ക് വേണ്ടതായിട്ടുള്ള പിണ്ടങ്ങളൊക്കെ കാലാകാലങ്ങളിൽ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ധർമ്മം നിലനിൽക്കണം. ഇവിടെ പിതൃക്കൾക്ക് പിണ്ടം വെക്കാൻ ആളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പിതൃക്കൾ ശാപ്പെടും? പിതൃക്കൾ പട്ടിണിയാവും. പിതൃക്കള് പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ ഇവിടെ ഭൂമിയിൽ മനുഷ്യര് അവരവരുടെ ധർമ്മം പരിപാലിക്കണം. അതുപോലെ ദേവന്മാർക്ക് പട്ടിണി ആവാതിരിക്കണമെങ്കിൽ അവർക്ക് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തി ഹവിസ്സൊക്കെ ലഭിക്കണമെങ്കിൽ ഭൂമിയിൽ ധർമ്മം പരിപാലിക്കപ്പെടണം. അപ്പോ ഈ പ്രജകളെ ധർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അനുമോദിക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ്. എങ്കിലേ നിങ്ങൾക്കും വേണ്ടതൊക്കെ കിട്ടുള്ളൂ. അത് നിങ്ങൾ സമ്മതിച്ചു തരുവിൻ എന്ന്. അപ്പൊ എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കണം. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോ അമലാഹ കർത്തുഹു ശാസ്തുഹു അനുജ്ഞാതുഹു തുല്യം യത്പ്രേത്യ തദ്ബലം അസ്തി യജ്ഞപതിർനാമ കേഷാം ചിത് അർഹസത്തമാഹ
ഇഹാമുത്ര ച ലക്ഷ്യന്തേ ജ്യോത്സ്നാവത്യഃ ക്വചിത് ഭുവഃ. അപ്പോ ഈശ്വര പ്രീതിക്കായിക്കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഒരാളുണ്ടോ, ഈശ്വരൻ എന്നൊരാളുണ്ടോ എന്നൊക്കെ ചിലർക്ക് ശങ്കയുണ്ടാവാം. അതിനെ ഉറപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി, അധ്യക്ഷനായി, കർമ്മഫലദാതാവായി, സർവനിയാമകനായി, എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള കർമ്മഫലങ്ങളെ നൽകുന്ന ആ ഒരു ശക്തി, ഈശ്വര ശക്തി, അതിനെ നിഷേധിക്കുവാൻ സാധ്യമല്ല. ആ ഈശ്വര ശക്തിയെ ബഹുമാനിക്കുവിൻ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ കർമാധ്യക്ഷനായ ഭഗവാനുണ്ട്. ആ ഭഗവാനെ കുറിച്ച് ബോധമുണ്ടാവണം. അസ്തി യജ്ഞപതിർനാമ കേഷാംചിത് അർഹസത്തമാഹ. അർഹസത്തമാഹ, അർഹന്മാരിൽ സത്തമന്മാരെ, പൂജാർഹന്മാരിൽ കേമന്മാരെ. അവിടെ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന പ്രഗത്ഭരായ ആളുകളെ അഭിസംബോധന ചെയ്യണം. പൂജാർഹന്മാരായിട്ടുള്ളവരിൽ വെച്ച് ഉത്തമന്മാരെ. കേശാഞ്ചിത് യജ്ഞപതി നാമ അസ്തി. കേശാഞ്ചിത് എന്ന് പറഞ്ഞാൽ ചില മഹാത്മാക്കളുടെ, അറിവുള്ളവരുടെ അഭിപ്രായത്തിൽ എന്നർത്ഥം. കേശാഞ്ചിത് യജ്ഞപതി നാമ, യജ്ഞങ്ങളുടെ മുഴുവൻ പതിയായിട്ട്, കർമ്മഫലങ്ങളുടെ എല്ലാം അധ്യക്ഷനായിട്ട്, യജ്ഞേശ്വരനായിട്ട് ഒരാള് അസ്തി, ഒരു ശക്തിയുണ്ട്. ഇഹ അമുത്രച ക്വചിത് ജ്യോത്സ്നാവത്യഃ ഭുവഃ ലക്ഷ്യന്തേ. ഇഹ അമുത്രച, ഈ ലോകത്തിലും, അമുത്ര എന്ന് പറഞ്ഞാൽ പരത്ര, പരലോകത്തിലും, ക്വചിത് അവിടെ ജ്യോത്സ്നാവത്യഃ ഭുവഃ ലക്ഷ്യന്തേ. ജ്യോത്സ്നാവതി എന്ന് പറഞ്ഞാല്, ജ്യോത്സ്ന എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, നിലാവാണ്. അപ്പോൾ പ്രകാശമുള്ളതായിട്ടുള്ള ഭുവഃ, ഭൂമികൾ, ലക്ഷ്യന്തേ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാലോ, ഈ ലോകത്തും പരലോകത്തും സുഖാനുഭവങ്ങളുള്ളതായിട്ടുള്ള പ്രകാശപൂർണമായ, സന്തോഷപൂർണമായിട്ടുള്ള അവസ്ഥകളുണ്ട്, പരലോകത്തുമുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ വിപരീത ദുഃഖഭൂമികളുമുണ്ട്, സുഖഭൂമികളുമുണ്ട്, ദുഃഖഭൂമികളുമുണ്ട്. ഇവിടെ ജ്യോത്സ്നാവത്യഃ എന്ന് പറഞ്ഞാൽ സുഖഭൂമികളെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റതും വിപരീതവും ഉണ്ട്. അപ്പൊ രണ്ടും ഉണ്ട്. എന്തുകൊണ്ടാണ്? ഓരോരുത്തരും അർഹതയ്ക്കനുസരിച്ച്, ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അവന് ആ ഭൂമി. അപ്പൊ സൽക്കർമ്മം ചെയ്യുന്നവന് ജ്യോത്സ്നാവതികളായ ഭൂമി ഗ്യാരണ്ടീഡാണ്. വിപരീത കർമ്മം ചെയ്യുന്ന, അല്ലെങ്കിൽ തന്റെ സ്വധർമ്മം ചെയ്യാതിരിക്കുന്നവർക്കൊക്കെയോ അവർക്ക് അന്ധകാരപൂർണങ്ങളായിട്ടുള്ള നരകങ്ങൾ. അവർ അന്തം തമ പ്രവിശന്തി, അന്തം തമസ്സിനെ പ്രവേശിക്കുന്നു, നരകങ്ങളെ പ്രവേശിക്കുന്നു. ധർമ്മം അനുഷ്ഠിക്കാത്തവർ, ഈശ്വര നിയമത്തെ മാനിക്കാത്തവർ. അപ്പൊ ഈ ലോകങ്ങളിലേക്കൊക്കെ എൻട്രി ആരാണ് നിശ്ചയിക്കുന്നത്? ആരാണത് കൺട്രോൾ ചെയ്യുന്നത്? എല്ലാവർക്കും തോന്നിയതുപോലെ വലിഞ്ഞു കയറി പോകാനൊന്നും പറ്റില്ല. ഞാൻ ജ്യോത്സ്നാവതിയായിട്ടുള്ള ഭൂമിയിലേക്കേ പോകുള്ളൂ എന്നൊരാൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഞാൻ എത്ര ശക്തനാണെങ്കിലും അവിടേക്ക് എൻട്രി കിട്ടണമെങ്കിൽ അതിന്റെ അധികാരിയായിട്ടുള്ള ആളുടെ അനുവാദം കിട്ടിയേ പറ്റൂ. അത് ആരാണോ നിശ്ചയിക്കുന്നത്, ആ നിയാമകനാണ് ഇവിടെ യജ്ഞപതി എന്ന് പറഞ്ഞത്. ആ യജ്ഞപതി അനുവാദം തന്നാൽ മാത്രമേ ജ്യോത്സ്നാവതികളായിട്ടുള്ള ഭൂമികകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനങ്ങോട്ട് വിചാരിച്ചത് കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം, പ്രകാശപൂർണമായ ലോകങ്ങളിൽ പോകണം, ഞാൻ നരകത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കഴുത്തിനെ പിടിച്ച് തള്ളിയിരിക്കും. അധർമ്മം പ്രവർത്തിക്കുന്നവർ നരകങ്ങളിൽ പ്രവേശിച്ചിരിക്കും. അത് നോക്കേണ്ട ആള് നോക്കിയിരിക്കും. അയാൾക്ക് അതിനുള്ള ശക്തിയുണ്ട്, സർവനിയന്താവാണ്. അപ്പോ അസ്തി യജ്ഞപതിർനാമ കേഷാംചിത് അർഹസത്തമാഹ ഇഹാമുത്ര ച ലക്ഷ്യന്തേ ജ്യോത്സ്നാവത്യഃ ക്വചിത് ഭുവഃ. അപ്പൊ ഇങ്ങനെ സെലക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ളതായിട്ടുള്ള അവസരം തന്നിരിക്കുന്നത് പ്രകാശപൂർണമായ ലോകങ്ങളും അന്ധകാരപൂർണമായ ലോകങ്ങളുമാണ്. നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് സ്വധർമ്മം അനുഷ്ഠിച്ചാൽ പ്രകാശപൂർണമായ ലോകങ്ങളിലേക്ക് പോകാം, അതല്ല എങ്കിൽ ഇരുണ്ട ലോകങ്ങളിലേക്ക് പോകാം. ഏതാ വേണ്ടെച്ചാൽ തെരഞ്ഞെടുക്കാം. പക്ഷേ ഇരുണ്ട ലോകങ്ങളിൽ പോകാനുള്ള അർഹത നേടിയിട്ട്
അങ്ങനെയുള്ള ദുഷിച്ച പ്രവൃത്തികൾ ചെയ്തിട്ട് പ്രകാശപൂർണമായിട്ടുള്ള ലോകങ്ങളിലേക്ക് പോകാമെന്ന് കരുതണ്ട. അത് നടപ്പില്ല. അതിൻ്റെ നിയന്താവ് വളരെ സ്ട്രിക്റ്റാണ്, ആ കാര്യത്തിൽ ശക്തനാണ്. ഇടിച്ചു കയറി ഒന്നും അവിടെ ആർക്കും പോകാൻ പറ്റില്ല. മനോരുത്താനപാദസ്യ ധ്രുവസ്യാപി മഹീപതേഃ പ്രിയവ്രതസ്യ രാജർഷേഃ അംഗസ്യ അസ്മത് പിതുഃ പിതുഃ ഈദൃശാനാം അദാന്യേഷാം അജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേശ്ചാപി കൃത്യമസ്തി ഗദാഭൃതാ. കുറെ പൂർവീകരായ പ്രഗത്ഭരായ ആളുകളെ എടുത്തു പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഇവരുടെയൊക്കെ അഭിപ്രായത്തില് എല്ലാറ്റിനും നിയന്താവായിട്ടുള്ള ഒരു ഭഗവാൻ ഉണ്ട് എന്ന് തന്നെയാണ് അവരെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്, സ്ഥാപിക്കുന്നത്. അപ്പൊ അവരൊന്നും വിവരമില്ലാത്തവരാണോ? അപ്പോൾ ഈശ്വരൻ എന്നുള്ള ഒരു ശക്തിയുടെ ആവശ്യകത ഇവിടെ ഉണ്ട്, അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നവരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. ഗദാഭൃതാ കൃത്യമസ്തി. ഗദാഭൃത്ത് എന്നത് ഭഗവാന്റെ പര്യായമായിട്ട് പറയുന്നതാണ്. ഗദയെ ധരിച്ചിരിക്കുന്നവൻ ഗദാധരൻ മഹാവിഷ്ണു. ഈശ്വരനെ അദ്ദേഹത്തിന്റെ ഒരു പര്യായം കൊണ്ട് വിശേഷിപ്പിച്ചു. അങ്ങനെ ഗദാഭൃത്തായിരിക്കുന്ന ഭഗവാന് കൃത്യം അസ്തി. അദ്ദേഹത്തിന് കർത്തവ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ റോളുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ നിയന്ത്രണം ഉണ്ട്. അദ്ദേഹമില്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഈശ്വരന്റെ അനുമതി കൂടാതെ, ഈശ്വരേച്ഛ കൂടാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ് ഈ പറയുന്ന ആളുകളൊക്കെ പറയുന്നത്. ആരൊക്കെയാണ്? മനോഹോ എന്ന് പറഞ്ഞാൽ മനു, സ്വയംഭുവ മനു. ഉത്താനപാദസ്യ, ഉത്താനപാദൻ, ധ്രുവന്റെ അച്ഛനായ ഉത്താനപാദൻ. അതുപോലെ ധ്രുവസ്യ, ധ്രുവൻ. അതുപോലെ മഹീപതേഹേ, ധ്രുവസ്യ ഭൂമിപതിയായിരുന്ന ധ്രുവനും. അതുപോലെ പ്രിയവ്രതസ്യ രാജർഷേഹേ, രാജർഷിയായ പ്രിയവ്രതനും. അംഗസ്യ, എന്റെ മുത്തച്ഛനായ അംഗനും. അദ്ദേഹം ആരാണ്? അസ്മത് പിതുഹു പിതുഹു, എന്റെ പിതാവിന്റെ പിതാവായ അംഗസ്യ, എന്റെ മുത്തച്ഛനായ അംഗന്റെയും. ഇവരുടെയൊക്കെ അഭിപ്രായത്തില് ഈദൃശാനാം അത് അന്യേഷാം, ഇപ്രകാരമുള്ളവരായിട്ടുള്ള രാജാക്കന്മാരും രാജർഷിമാരും മറ്റു മഹാത്മാക്കളും. അതുപോലെ അജസ്യച ഭവസ്യച, അജൻ ബ്രഹ്മദേവൻ, ഭവൻ മഹാദേവൻ. അപ്പൊ ബ്രഹ്മദേവന്റെയും മഹാദേവന്റെയും ഒക്കെ അഭിപ്രായത്തില്. അതുപോലെ പ്രഹ്ലാദസ്യ ബലേശ്ച അപി, പ്രഹ്ലാദന്റെയും ബലിയുടെയും ഒക്കെ അഭിപ്രായത്തില് ഈശ്വരൻ എന്നൊരു വസ്തു, ഒരു സത്യം ഉണ്ട്. സർവത്തിനും നിയാമകനായിട്ട് എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഈ പ്രഗത്ഭന്മാരായിട്ടുള്ളവരൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. അവരെല്ലാം ഈ ശക്തിയെ ബഹുമാനിച്ചുകൊണ്ടാണ് ജീവിച്ചത്. അപ്പോൾ സ്വയംഭുവ മനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, അംഗൻ, അതുപോലെ ബ്രഹ്മാവ്, മഹാദേവൻ മുതലായിട്ടുള്ള, പ്രഹ്ലാദൻ, ബലി മുതലായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് ഇവരൊക്കെ സാക്ഷികളാണ് എന്നർത്ഥമാണ്. ഇവരെല്ലാം ഈശ്വരനെ കുറിച്ച് സാക്ഷാത്കാരം നേടിയിട്ടുള്ളവരാണ്, അനുഭവസ്ഥരാണ്, നല്ല ബോധ്യമുള്ളവരാണ്. അവരൊക്കെ സാക്ഷികളാണ്. അവരുടെ അഭിപ്രായത്തില് ഈശ്വരൻ എന്നൊരു ശക്തി ഇവിടെ ഉണ്ട്. ഈ ലോകം ഈശ്വരൻ എന്നൊരു ശക്തി ഉള്ളത് കൊണ്ടാണ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നത്. നല്ലൊരു വ്യവസ്ഥ ഇവിടെ ഉണ്ട്. ആ വ്യവസ്ഥയുണ്ടെങ്കിൽ ആ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരിക്കണം. ഏതൊരു സ്ഥാപനത്തിലും നിയന്ത്രിക്കുന്ന ഒരാളില്ലെങ്കിൽ ആ സ്ഥാപനം അവ്യവസ്ഥിതമായി പെട്ടെന്ന് നശിച്ചു പോകും. നിങ്ങളുടെ വീട് തന്നെ നോക്കുക. ആ വീട്ടില് നിയന്ത്രിക്കാൻ ആളില്ല എങ്കിൽ, അവിടെയുള്ള അംഗങ്ങളൊക്കെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് കാണിക്കുകയാണെങ്കിൽ, ഓരോരുത്തരും അന്നന്നാളത്തെ സുഖത്തിന് വേണ്ടി ആ വീട്ടിലുള്ള പാത്രങ്ങളോ ഫർണിച്ചറോ ബാക്കി എന്തൊക്കെയാണ് വിൽക്കാൻ പറ്റുന്നത് കഴുക്കോലും അടക്കം ഊരിക്കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ ആ വീട് നിലനിൽക്കുമോ? അതുപോലെയാണ് ഓരോ സ്ഥാപനങ്ങളും, ചെറുതു മുതൽ വലുത് വരെ ഓരോ സ്ഥാപനങ്ങൾ എടുത്താലും അതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ ഉണ്ടാവണം. നിയന്ത്രിക്കുന്ന ആളില്ലെങ്കിൽ കാണാം. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ
അടച്ചു പൂട്ടിയിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ് വന്ന് നോക്കൂ, എങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് നോക്കാൻ ആളില്ലായിരുന്നു, നിയന്ത്രിക്കാൻ ആളില്ലായിരുന്നുവെങ്കിൽ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ടാവും. ചതല് വന്നിട്ടും മറ്റു പല ജന്തുക്കൾ കയറിക്കൂടിയിട്ടും സാമൂഹ്യ ദ്രോഹികൾ അഴിഞ്ഞാടിയിട്ടും എല്ലാ തരത്തിലും പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ടാവും അല്ലേ? അതുപോലെയാണ്. അപ്പൊ ഇത്രയും വിശാലമായിട്ടുള്ള, ഇത്രയും മഹത്തായിരിക്കുന്ന ഈ ലോകം, ഈ പ്രപഞ്ചം, ഇത് ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ, മഴയ്ക്ക് മഴ, വെയിലിന് വെയില്, ദിവസവും സൂര്യൻ ഉദിക്കുന്നു, കാറ്റ് വീശുന്നു, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വൃക്ഷങ്ങൾ പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, സസ്യജാലങ്ങൾ അന്നം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ ജന്തുക്കളും അവരവരുടേതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെ പേടിച്ച്, ആരുടെ നിയന്ത്രണത്തിൽ, ആരാണ് ഇതിനെയൊക്കെ നിയമിക്കുന്നത്? അങ്ങനെ ഒരു നിയാമകൻ ഇല്ല എന്ന് പറയുന്നവര് വേനനെ പോലെയുള്ള മൂഢന്മാരാണ്. ആ വേനന്മാരാവരുത് നമ്മളാരും. വേനനെ ഇവിടെ പറഞ്ഞില്ല, വേനന്റെ അച്ഛൻ അങ്കനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പൂർവീകരെയൊക്കെ പറഞ്ഞു, മഹാത്മാക്കളെയൊക്കെയാണ് പറഞ്ഞത്. ഇവരൊക്കെ സാക്ഷികളാണ്. അപ്പൊ ഈശ്വരൻ ഇല്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, എല്ലാറ്റിനും നിയാമകനായിട്ടുള്ള ഒരാള് ഇല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മനോരുത്താനപാദസ്യ ധ്രുവസ്യാഭിമഹീപതേഃ പ്രിയവ്രതസ്യ രാജർഷേഃ അംഗസ്യാസ്മത് പിതുഃ പിതുഃ ഈദൃശാനാം അധാന്യേഷാം അജസ്യ ച ഭവസ്യ ച പ്രഹ്ലാദസ്യ ബലേശ്ചാഭീകൃത്യമസ്തി ഗതാവൃതാ. ദൗഹിത്രാദീൻ ഹൃദേ മൃത്യോഃ ശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗസ്വർഗാപവർഗാണാം പ്രായേണൈകാത്മ്യഹേതുനാ. തന്റെ തന്നെ പിതാവിന്റെ സ്ഥാനത്തുള്ള വേനനെ തള്ളിപ്പറയുകയാണ്. എന്റെ അച്ഛൻ വേനൻ, അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് പറയാണ്. അതാണ് ദൗഹിത്രാദീൻ ഹൃദേ മൃത്യോഃ ശോച്യാൻ ധർമ്മവിമോഹിതാൻ. മൃത്യോഹോ ദൗഹിത്രാദീൻ. മൃത്യു എന്ന ദേവന്റെ ദുഹിത മകളുടെ മകളാണ് സുനീത, അങ്കന്റെ ഭാര്യ. ആ സുനീതയുടെ മകനാണ് വേനൻ. അപ്പോ ദൗഹിത്രൻ, മൃത്യുവിന്റെ ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ മൃത്യുവിന്റെ മകളുടെ മകൻ, മൃത്യുവിന്റെ പേരക്കുട്ടി, പുത്രീപുത്രൻ. ആരാണത്? വേനനാണ്, തന്റെ അച്ഛനാണ്. ആ വേനൻ അതുപോലെയുള്ള ആദീൻ ഹൃദയ, ഇവരെ പോലെയുള്ള വിവരം കെട്ടവരല്ലാതെ അവരെ മാറ്റി നിർത്തൂ. അവരെയൊന്നും മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ഹൃദയ എന്ന് പറഞ്ഞാൽ അവര് വിനാ. അവരെങ്ങനെയുള്ളവരാണ്? ശോച്യാൻ, ശോച്യന്മാരാണ്. ശോച്യന്മാരെന്ന് പറഞ്ഞാല് സിമ്പതൈസ് ചെയ്യപ്പെടേണ്ടവർ. അവരെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കണം. അയ്യോ പാവം, കൃപണന്മാരാണ് അവര്. ശോച്യന്മാരെന്നാൽ കൃപണന്മാർ. കൃപണന്മാരെന്ന് പറഞ്ഞാൽ ദയയ്ക്ക് അർഹരായിരിക്കുന്നവർ, സിമ്പതിക്ക് പാത്രീഭവിക്കേണ്ടവർ. ജനങ്ങൾ, നമ്മളൊക്കെ അവരെ നോക്കി അയ്യോ പാവങ്ങൾ എന്ന് കരുതണം. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അവരുടെ നാശത്തിനായിക്കൊണ്ടാണ്. അത് കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നില്ലേ? സിമ്പതി തോന്നില്ലേ? അതാണ് ശോച്യാൻ ധർമ്മവിമോഹിതാൻ. ധർമ്മം എന്താണെന്ന് അറിയാത്ത മൂഢന്മാരാണവര്. എന്താണ് യഥാർത്ഥ ധർമ്മമെന്ന് അറിയാത്ത, ധർമ്മത്തിൽ മോഹിച്ചവരും സജ്ജനങ്ങളാൽ ശോച്യന്മാരായിരിക്കുന്നവരും സിമ്പതിക്ക് അർഹരായിരിക്കുന്നവരും കൃപണന്മാരായിരിക്കുന്നവരും അല്ലെ? ആരാണ് കൃപണന്മാരെന്നുള്ളത് ഉപനിഷത്ത് പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് കൃപണൻ? ആരാണോ മനുഷ്യജന്മം കിട്ടി ഈ ഭൂമിയിൽ വന്നിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടാതെ ഇവിടുന്ന് പോകുന്നത്, അവനാണ് കൃപണൻ. അപ്പൊ ഈ മനുഷ്യജന്മം ഈശ്വരനെ അറിയാനും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളതാണ്. ആ ഈശ്വരനെ അംഗീകരിക്കാത്ത ജീവിതം ദയാർഹമാണ്, സിമ്പതി അർഹിക്കുന്നു. അങ്ങനെയുള്ള ശോച്യാൻ മൃത്യോഹോ ദൗഹിത്രാദീൻ ഹൃദേ വർഗസ്വർഗാപവർഗാണാം പ്രായേണ ഐകാത്മ്യഹേതുന ഈശ്വരേണ കൃത്യമസ്തി. വർഗ സ്വർഗാപവർഗാണ,
വർഗങ്ങൾക്കും സ്വർഗത്തിനും അപവർഗത്തിനും. വർഗങ്ങൾ എന്ന് പറയുമ്പോൾ ത്രിവർഗങ്ങളാണ്: ധർമ്മ, അർത്ഥ, കാമം. ധർമാർത്ഥ കാമങ്ങളെ ത്രിവർഗങ്ങൾ എന്ന് പറയും. അപ്പൊ ധർമാർത്ഥ കാമങ്ങളാകുന്ന ത്രിവർഗങ്ങൾക്കും, അതുപോലെ സ്വർഗം, പരലോകത്ത് ചെന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള സുഖം, അതാണ് സ്വർഗം, ഭാവിയിലെ സുഖം. അതുപോലെ അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം, നാലാമത്തെ പുരുഷാർത്ഥമായ മോക്ഷം. അപ്പൊ ത്രിവർഗങ്ങളും സ്വർഗവും മോക്ഷവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രായേണ മിക്കതും ഐകാത്മ്യഹേതുന ഈശ്വരേണ കൃത്യം അസ്തി. ഇതെല്ലാം സ്വയം നമ്മൾ ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ, പുണ്യപാപ കർമ്മങ്ങൾ ചെയ്താൽ സ്വയം അതിന് ഫലം നൽകാൻ കഴിവില്ല. കാരണം എല്ലാ കർമ്മങ്ങളും ജഡമാണ്. കർമ്മങ്ങൾ ജഡമായതുകൊണ്ട് കർമ്മങ്ങൾക്ക് സ്വയം ഫലം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പോ ഈ കർമ്മങ്ങളുടെ ഫലം നൽകുന്ന ഒരു ശക്തിയുണ്ട്, നിയാമകനായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് അധീനമാണ് ഇതെല്ലാം. ഏതെല്ലാം? ത്രിവർഗങ്ങളാകട്ടെ, സ്വർഗമാകട്ടെ, മോക്ഷമാകട്ടെ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന, ഇതെല്ലാം വിതരണം ചെയ്യുന്ന, നൽകുന്ന ഒരു നിയാമക ശക്തിയുണ്ട്, ഒരു ചൈതന്യ ശക്തിയുണ്ട്. ജഡമായിട്ടുള്ളതല്ല അത് വളരെ സെൻസിറ്റീവാണ്. അതെല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയുന്ന സർവജ്ഞനാണ്. അപ്പൊ സർവജ്ഞനായിട്ടുള്ള ആ ശക്തി ഓരോരുത്തർക്കും എന്തിനാണ് അർഹതയുള്ളത് അത് അറിഞ്ഞ് കൃത്യമായിട്ട് അത് മാത്രം അവർക്ക് വിതരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഈശ്വരനെ ആശ്രയിച്ചാണ് ഈ ത്രിവർഗവും സ്വർഗവും മോക്ഷവും ഇരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനെ കൊണ്ട് കൃത്യമസ്തി എന്നർത്ഥം. ഈശ്വരന്റെ ആവശ്യകത ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരാളുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്നർത്ഥം. ഈശ്വരന്റെ ആവശ്യകത ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ഉണ്ട് ഓൾറെഡി. അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്നർത്ഥം. ദൗഹിത്രാദീൻ ഹൃദയ മൃത്യോഹോ ശോച്യാൻ ധർമ്മ വിമോഹിതാൻ വർഗസ്വർഗാപവർഗാണാം പ്രായേണൈകാത്മ്യഹേതുനാം. ഏകാത്മഹേതുന, ഐക്യരൂപമാണ് ഇതിനെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞാല് ഇതെല്ലാം കർമ്മഫലങ്ങളാണ്. ഈ കർമ്മഫലം നൽകുന്നത് ഒരു ശക്തിയാണ് ഈശ്വരനെന്ന് നമുക്കതിനെ വിളിക്കാം. യൽപാദസേവാഭിരുചിസ്തപസ്വിനാം അശേഷജന്മോപചിതം മലം ദിയഃ സദ്യക്ഷിണോത്യന്വഹമേദതി സതി യഥാ തദംഗുഷ്ടവിനിസൃതാ സരിത്. ആ ഭഗവാന്റെ ഭജനം, ഭഗവാനെ പൂജിക്കുന്നത്, ഭഗവാനെ സ്മരിക്കുന്നത്, അതൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കും. ഏതുപോലെ? ഭഗവാന്റെ പാദത്തിൽ നിന്നുത്ഭവിച്ച ആ ഗംഗാ നദിയെ പോലെ എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. അപ്പൊ ആ ഈശ്വര ഭജനം കൊണ്ടുള്ള ഫലം എന്താണെന്നാണ് പറയുന്നത്. യൽ പാദസേവാഭിരുചി തപസ്വിനാം അശേഷ ജന്മോപചിതം മലം ദിയഃ സദ്യഃ ക്ഷിണോതി അന്വഹം ഏതദീ സതി യഥാ തദംഗുഷ്ട വിനിസൃതാ സരിത്. യൽ പാദസേവ അഭിരുചി. യൽ പാദസേവ അഭിരുചി, ഏതൊരുവന്റെ പാദസേവയിലുള്ള അഭിരുചി, ഏതൊരു ഭഗവാന്റെ പാദസേവയിലുള്ള താല്പര്യം. അന്വഹം ഏതദീ സതി. അന്വഹം അഹം പ്രതി, ദിവസം തോറും, നിത്യേന. ഏതദീ സതി, ഏതദീ വർദ്ധതി, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി താല്പര്യം നമുക്ക് ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, തപസ്വിനാം അശേഷ ജന്മ ഉപചിതം ദിയഃ മലം സദ്യഃ ക്ഷിണോതി. ഇവിടെ തപസ്വി എന്നുള്ള ശബ്ദത്തിന് തപിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. തപസ് ചെയ്യുന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല. തപിക്കുക എന്ന് പറഞ്ഞാൽ താപം, ദുഃഖമാണ്. അപ്പൊ ദുഃഖം അനുഭവിക്കുന്ന സംസാരികളായിട്ടുള്ള ആളുകൾക്ക്, അപ്പൊ ദിവസവും ഭഗവാനിലുള്ളതായിട്ടുള്ള ഭക്തി വളർന്നു വരികയാണെങ്കിൽ, തപസ്വിനാം, ഈ സംസാരത്തിൽ ദുഃഖിക്കുന്നവരുടെ അശേഷ ജന്മോപചിതം ദിയഃ മലം, എത്രയോ ജന്മങ്ങളായി ഉപചിതം, ഉപചിതം ആർജിതം, സഞ്ചയിക്കപ്പെട്ടത്. എന്താ? ദിയഃ മലം, അന്ധക്കരണത്തിലെ മാലിന്യം, പാപം, പാപവാസനകൾ. അപ്പൊ അന്ധക്കരണത്തിലുള്ളതായിട്ടുള്ള ദോഷങ്ങൾ, പാപവാസനകൾ
സദ്യഃ ക്ഷിണോതി, പെട്ടെന്ന് തന്നെ ക്ഷയിച്ചു പോകുന്നു. ഭഗവാന്റെ ആ ഭക്തി, ഭഗവാന്റെ പാദസേവയിലുള്ളതായിട്ടുള്ള അഭിരുചി ദിവസവും വർദ്ധിച്ചു വരികയാണെങ്കിൽ ഈ സംസാര ദുഃഖങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ജന്മജന്മാന്തരങ്ങളിൽ ആർജിച്ചതായിട്ടുള്ള സകല പാപങ്ങളും ക്ഷയിച്ച് നശിച്ചു പോകും. ഏതുപോലെ എന്ന് പറയണ തദങ്കുഷ്ട വിനിസൃത സരിത്വയത, ആ ഭഗവാന്റെ അങ്കുഷ്ടത്തിൽ നിന്ന് വിനിസൃതം ഒഴുകിയത്, ഭഗവാന്റെ ത്രിവിക്രമം, ആ വാമനൻ ത്രിവിക്രമനായി 14 ലോകങ്ങളെയും തന്റെ 2 പാദങ്ങളെ കൊണ്ട് അളന്നപ്പോൾ ബ്രഹ്മലോകത്ത് സത്യലോകത്തെത്തിയത് ഭഗവാന്റെ ഇടതുകാലിന്റെ പെരുവിരലാണ്. ആ പെരുവിരൽ കണ്ട് ബ്രഹ്മദേവൻ ഭഗവാന്റെ പാദമാണെന്ന് മനസ്സിലാക്കി തന്റെ കമണ്ഡല ജലം കൊണ്ട് കഴുകി. അതാണ് ഇവിടെ അങ്കുഷ്ടം. അങ്കുഷ്ടത്തിൽ നിന്ന് വിനിസൃതം, ആ പെരുവിരലിൽ നിന്ന് ഉത്ഭവിച്ച ആ കമണ്ഡലു ജലം ഭഗവാന്റെ പാദം കഴുകിയപ്പോൾ സ്വർഗഗംഗയായി ഒഴുകി. പിന്നീട് ഭഗീരഥ പ്രയത്നം കൊണ്ടത് ഭൂമിയിലും ഗംഗയായി. അപ്പൊ 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണ് ആ ഗംഗ, ഭഗവാന്റെ പാദതീർത്ഥം. സ്വർഗത്തെയും ഭൂമിയെയും പാതാളത്തെയും ശുദ്ധീകരിക്കുന്നു. അതുപോലെ നമ്മുടെ അന്ധക്കരണത്തിലുള്ള സകല മാലിന്യങ്ങളെയും നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് ഭഗവാനോട് വളർന്നു വരുന്നതായിട്ടുള്ള ഭക്തി. ഭഗവത് ഭജനം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കും എന്ന് പറയണം, സംശയം വേണ്ട. അപ്പോ യൽപാദസേവാഭിരുചിസ്തപസ്വിനാം അശേഷ ജന്മോപചിതം മലം ധിയഃ സദ്യക്ഷിണോത്യന്വഹമേദധി സതി യഥാ തദങ്കുഷ്ട വിനിസൃതാ സരിത്. അവിടെ നിൽക്കട്ടെ. നല്ല ഗംഭീര ആശയങ്ങളുള്ള ശ്ലോകങ്ങളാണ്. നാളെ തുടരാം. നാളെയും രാവിലെ തന്നെ 11 മണിക്ക് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം. നാളെ 11 മണിക്ക് പൃഥുവിൻ്റെ ഈ ഉപദേശം പ്രഭാഷണം തുടരാം. ഹരി ഓം. ഹരി ഓം.